പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോ വാപ്പ വരും. ആരുടെ? പുതിയ ചെക്കന്റെ വാപ്പ. വാപ്പയല്ല കാണേണ്ടത്, വാപ്പ കാണൽ അപ്പോൾ ഹറാമാണ്, നിഷിദ്ധമാണ്. വാപ്പാക്ക് വിവാഹത്തിന് ശേഷം കാണാം, തൊടാം, അനുവദനീയമാണ്. വിവാഹം കഴിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ വരനും അതുപോലെ തന്നെ വധുവിന്റെ ഉപ്പയും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകാൻ. ആരൊക്കെ നിസ്കരിക്കേണ്ടത്? പുതിയാപ്പിളയാകാൻ പോകുന്ന വരന് നിസ്കരിക്കണം 2 റക്അത്ത് സുന്നത്ത്. വാപ്പ, ആരുടെ വാപ്പ? പുതിയാപ്പിളയുടെ വാപ്പ അല്ല, പെണ്ണിന്റെ വാപ്പ 2 റക്അത്ത് നിസ്കരിക്കണം. പെണ്ണ് വേണ്ട. ശ്രദ്ധിക്കണേ നിങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കാലൂന്നുന്ന സമയമാണ്, ഏറ്റവും ബറക്കത്തുള്ള സമയമാണ്. ഒരു പെണ്ണിനെ ആദ്യമായി കണ്ടുമുട്ടിയാൽ, അഥവാ പുതിയ പെണ്ണിനെ ആദ്യമായി കണ്ടുമുട്ടിയാൽ അവളുടെ തലയിൽ മൂർധാവിൽ കൈവച്ചുകൊണ്ട് നമുക്ക് ചെല്ലൽ, പുരുഷന്റെ മേൽ ചെല്ലൽ സുന്നത്തായ പ്രാർത്ഥനയുണ്ട്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആദ്യ രാത്രിയിൽ വുളൂ ചെയ്തു വരട്ടെ. ആര്? വരനും വധുവും വുളൂ ചെയ്തു വരട്ടെ. തീർന്നില്ല. മക്കളെ സ്വാലിഹാകാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഘടകമാണ്. നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുനിയുന്നതിന് മുമ്പ് നിന്റെ ഭാര്യയുമായി 2 റക്അത്ത് നിസ്കരിക്കണേ. ബാങ്ക് ഇഖാമത്തൊക്കെ നല്ലതുപോലെ പഠിക്കണം. എന്തിനാത്? പ്രസവം കഴിഞ്ഞാൽ ഉടനെ ആദ്യം കുട്ടിയുടെ കാതിലേക്ക് എന്താ കേൾപ്പിക്കേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആദ്യം കുട്ടിയുടെ കാതിലേക്ക് അത് കേൾപ്പിച്ചു കൊടുക്കണം. അഖീഖയുടെ അറിവ്, കുട്ടികളുടെ മേൽ മാതാപിതാക്കൾ നടത്തേണ്ടതാകുന്ന അതിശക്തമായ സുന്നത്തായ അറിവാണിത്. പെൺകുട്ടിയാണെങ്കിൽ 1 ആട് അറക്കൽ സുന്നത്താണ് ശാഫി മദ്ഹബ് പ്രകാരം. ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ 2 ആട് അറുത്തു കൊടുക്കൽ സുന്നത്താണ്. ഇതൊക്കെ ചെയ്യണം, മക്കളോടുള്ള കടമ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും ലക്ഷ്യം ഒന്ന് മാത്രമാണ്. നമുക്കൊക്കെ സ്വാലിഹാവണം, സ്വാലിഹായ സന്താനങ്ങൾ വേണം. അത് മാത്രമാണ് ലക്ഷ്യം. നമ്മളെല്ലാം സ്വാലിഹായി തീരണം. നമുക്ക് ജനിക്കുന്ന കുട്ടിയും സ്വാലിഹായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. അതിന് ചില കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വൈവാഹിക ജീവിതം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മൾ തുനിയുമ്പോൾ തന്നെ സ്വാലിഹത്തായ ഇണയെ വിവാഹം കഴിക്കാൻ വേണ്ടി പുരുഷന്മാർ ശ്രദ്ധിക്കുക. സ്ത്രീകൾ സ്വാലിഹായ ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ വേണ്ടിയും നിയ്യത്ത് വെക്കുക. എന്തിന്? എങ്കിലേ നമുക്ക് അതിലൂടെ ജനിക്കുന്ന കുട്ടിയും സ്വാലിഹാവുകയുള്ളൂ. തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജാബിർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു നിക്കാഹ യാ ഹബീബല്ലാഹ്. ആദരവായ പ്രവാചകരോട് പറഞ്ഞു, നബിയേ ഞാൻ നിക്കാഹ് കഴിക്കാൻ ലക്ഷ്യം വെക്കുന്നു റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഹൽ റഅയ്തഹാ, നീ അവളെ കണ്ടോ? പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞോ? നീയും അവളുമായി കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടുണ്ടോ? ഫഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ. 2 കുടുംബങ്ങൾ തമ്മിൽ അറേഞ്ച്ഡായി ഒരു സ്ഥലത്ത് വെച്ച് നിശ്ചയിച്ച്, ഒന്നല്ലെങ്കിൽ വധുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഇന്ന സമയത്ത് വരിൻ എന്ന് പറഞ്ഞ് വരനെ വിളിച്ചിട്ട് ആ പുതിയാപ്പിളയാകാൻ പോകുന്ന ചെക്കനെ പുതിയ പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നു. മുഖവും അവളുടെ മുൻകൈയും കാണുക അനുവദനീയമാണ്. കാണുക മാത്രമല്ല, എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണ ചടങ്ങുകൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അതേ രീതിയിൽ അറേഞ്ച്ഡ് ആവണം. അല്ലാതെ ചെക്കനും പെണ്ണും ഏതെങ്കിലും ഹോട്ടൽ റൂമുകളിൽ പോയിരുന്ന് കണ്ടാൽ അത് യഥാർത്ഥമായ ദീനിയായ രീതി ആവൂല. അങ്ങനെ ആയാൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളും പരിശുദ്ധമായ ദീൻ അംഗീകരിച്ചതുമാവൂല. എന്ന് പറഞ്ഞാൽ അത് പ്രേമവിവാഹം മറ്റുള്ള രീതിയിലേക്ക് പോവാൻ. അറേഞ്ച്ഡ് ആവണം എന്നർത്ഥം. ഇതൊക്കെ ഞാനിത് പറയുന്നതിനാ, ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തോട് ബന്ധിച്ചുകൊണ്ട് ഇത് പറയുക തന്നെ വേണം, മനസ്സിലാക്കുക തന്നെ വേണം. എങ്കിലേ അടുത്ത ഒരു തലമുറ സാലിഹീങ്ങളാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ വിവാഹം ചെയ്യാൻ ലക്ഷ്യം വെച്ചതാകുന്ന പെണ്ണിനെ പോയി കാണണേ. ഫഇന്നഹു അഹറാ അയ്യുദമ ബൈനകുമാ, നിനക്കും അവൾക്കിടയിലും കൂടുതൽ സുദൃഢമാകാൻ, ബന്ധം കൂടുതൽ രൂഢമൂലമാകാൻ, നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം അധികരിക്കാൻ ആ കൂടിക്കാഴ്ച ഉപകരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ പെണ്ണ് കാണൽ ചടങ്ങൊന്ന് ചിന്തിക്കും. സഹോദരിമാരും ചിന്തിക്കും, അന്ന് പുതിയാപ്പിളെ കണ്ട കോലം ഒന്ന് ചിന്തിക്കും. മൂപ്പർ അന്ന് വന്ന അവസ്ഥയും അന്ന് വന്ന ആ വരവും അന്ന് ഇട്ടിരുന്ന ഡ്രസ്സും അന്ന് കണ്ട ശൈലിയൊക്കെ ഒന്ന് ഓർത്തു അല്ലേ? ആദ്യത്തെ ഒരു കൂടിക്കാഴ്ചയും കാണലും. ഇന്നിപ്പോ വർഷം എത്രയായി? വർഷം 10-70 വയസ്സായി. അല്ലാ, ഇതുവരെ ഒരു കുഴപ്പമില്ല ബന്ധത്തിന്. വളരെ റാഹത്തായിട്ട് പോവാണ് വാപ്പമാരുടെ ബന്ധം. എന്തുകൊണ്ട്? അന്ന് ആ ഒരൊറ്റ കാണലാണ്, അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു കാണൽ. സുബ്ഹാനല്ലാഹ്, സ്വഹാബി പറയുകയാണ്, സ്വഹാബി രേഖപ്പെടുത്തുകയാണ്, ഞാൻ എന്റെ പ്രവാചകന്റെ വർത്തമാനത്തിൻ പ്രകാരം ഞാൻ ആ പെണ്ണിനെ പോയി കാണുകയാണ്. 70 വർഷത്തോളം ഞങ്ങൾക്കിടയിൽ ദാമ്പത്യ ജീവിതം നിലകൊണ്ടു. ഒരു കുഴപ്പവുമില്ല, റാഹത്താ. ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആദരവായ പ്രവാചകനെ പറഞ്ഞതിന് പ്രകാരം ആ പെണ്ണിനെ പോയി നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിച്ചു. ഞങ്ങൾക്കിടയിൽ ബന്ധം വളരെ സുദൃഢമായിരുന്നു. 70 വർഷത്തോളം ആ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നു എന്ന് മഹാന്മാരാകുന്ന സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. നബിതങ്ങൾ പറഞ്ഞതിന് പ്രകാരം പോയി പെണ്ണിനെ കണ്ട് വിവാഹം ചെയ്തു. അൽഹംദുലില്ലാ. എത്ര വർഷം നീണ്ടു നിന്നു? 70 വർഷത്തോളം. അതെന്താ? 70 കഴിഞ്ഞപ്പോ മരിച്ചു. ആള് മരണപ്പെട്ടു പോയി. അതുവരെ, മരിക്കുന്നത് വരെ റാഹത്തായ ഒരു ബന്ധം, ഒരു പ്രശ്നമില്ല, ഇടയ്ക്കൊരു വഴക്കില്ല, ബഹളമില്ല, ഒന്നുമില്ല. വളരെ സ്നേഹബന്ധമായി മുന്നോട്ട് പോയി. സാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകുന്നു, ഒരു പ്രശ്നമില്ല. ആദ്യം തന്നെ നബിതങ്ങൾ പറഞ്ഞ സുന്നത്ത് ശ്രദ്ധിച്ചു. പെണ്ണുകാണൽ ചടങ്ങിന് പോകുമ്പോ വാപ്പ വരും. ആരുടെ? പുതിയ ചെക്കന്റെ വാപ്പ. വാപ്പയല്ല കാണേണ്ടത്. വാപ്പ കാണൽ അപ്പോൾ ഹറാമാണ്, നിഷിദ്ധമാണ്. വാപ്പാക്ക് വിവാഹത്തിന് ശേഷം കാണാം, തൊടാം, അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തൊട്ടോണ്ടിരിക്കണമെന്നല്ല. അഥവാ തൊട്ടാലും പ്രശ്നമല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? വിവാഹത്തിന് മുമ്പ് ആരെ കാണിക്കണ്ട? വാപ്പായെ കാണിക്കണ്ട. അപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ വാപ്പ പറയും, ഇത് കൊള്ളാം, നമുക്കിത് മതി എന്ന് പറയും. വാപ്പാക്ക് ഇഷ്ടപ്പെടും, നീ വേറെ കെട്ടിക്കോളാൻ പറയും. അതുകൊണ്ട് വാപ്പായെ കാണിക്കണ്ട. ഇനി അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലേലും വാപ്പായെ തൽക്കാലം കാണിക്കണ്ട, ഇതിന് ശേഷം മതി. ഇത് ദീനാണ് ഈ പറയുന്നത്. നമ്മുടെ വീടുകളിൽ എങ്ങനെയാ? സാധാരണ വാപ്പാണ് ആദ്യം കാണുന്നത്. ഉഷാറാണ് കേട്ടോ എന്ന് പറയും. വിവാഹം കഴിക്കുന്നത് മകനാണ്, അവനാണ് കാണേണ്ടത്. അവന്റെ ഉമ്മ കണ്ടോട്ടെ, അവന്റെ പെങ്ങള് കണ്ടോട്ടെ, ആർക്കൊരു കുഴപ്പമില്ല. സഹോദരിമാര് കാണുന്നതിന് എതിർപ്പില്ല. ഇത് ഇവന്റെ വീട്ടിൽ ഇവന്റെ അനുജൻ, ഇവന്റെ കൂട്ടുകാർ പോയി കണ്ടിട്ട് വന്നിട്ട് തമ്പനയിൽ കൊടുത്തെങ്കിൽ മാത്രമേ വിവാഹം നടക്കുള്ളൂ എന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ പോയി. കടുത്ത തെറ്റാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന നാശം എന്താ? അതിലൂടെ അടുത്ത തലമുറയിൽ വിപത്തുണ്ടാകും. ഉറപ്പാണത്, തീർച്ചയാണ്. കാരണം നിന്നോടൊപ്പം വരുന്ന കൂട്ടുകാരൻ അവൻ ഓക്കെ ആണെന്ന് പറയുന്നത് അവന് ഓക്കെ ആണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ പെണ്ണിന്റെ സൗന്ദര്യം മുഴുവൻ അവന്റെ ഹൃദയത്തിൽ ആവാഹിച്ചു. അവന് വലിയ ഇഷ്ടമായി പോയി, സംതൃപ്തിപ്പെട്ടു. അവനാണ് ഓക്കെ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നിന്റെ തുണയാകാൻ പോകുന്നവൾ, ഇണയാകാൻ പോകുന്നവളാണ് എന്ന് നീ തിരിച്ചറിയണം. തിരിച്ചറിയുന്ന പക്ഷം നീ ഉറപ്പാണ് അത്തരത്തിലുള്ള മോശപ്പെട്ട അപജയങ്ങളിലേക്ക് നീ നിലകൊള്ളൂല. അത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും കൂട്ടുകാരുമായി ഒന്നിച്ച്, വാപ്പായും ഇല്ല, ഉമ്മായും ഇല്ല, ബന്ധുക്കൾ ആരുമില്ല, കൂട്ടുകാരൊരു 10 പേരെ കയറ്റിക്കൊണ്ട് നേരെ പോയി കല്യാണ പെണ്ണിനെ കാണുക. ഇസ്ലാമികമല്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ വേഗം പറഞ്ഞു പോവാൻ. എന്തിനാണ് ഇത് പറയുന്നത്? നമ്മളും സ്വാലിഹാവണം, നമുക്കുണ്ടാകുന്ന കുട്ടികളും സ്വാലിഹാകണം. അതിന് നമ്മൾ തുടക്കം മുതലേ ശ്രദ്ധിക്കണം ചില ഘടകങ്ങൾ. അതാണ് ഈ പറയുന്നത്.
നമ്മൾ വിവാഹം പിന്നീട് കുറിച്ചു, ഡേറ്റ് കുറിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, പരമാവധി അത് വെള്ളിയാഴ്ചയാകാൻ നോക്കണം. എന്തുകൊണ്ട്? നമ്മൾ മുത്തുനബിയുടെ ഉമ്മത്താണ്. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഏത്? വെള്ളിയാഴ്ച. നിക്കാഹ് സുന്നത്തായ കർമ്മം, ആ നിക്കാഹ് കഴിക്കുന്നതിന് ചില സുന്നത്തുകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. സയ്യിദുൽ അയ്യാം യൗമുൽ ജുമുഅ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചയാകൽ ഏറ്റവും നല്ലതാണ്. ആഴ്ചയിലെ നേതാവാണ് ഏത്? വെള്ളിയാഴ്ച എന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച നിക്കാഹ് നടത്തുക. നമ്മൾ ഞായറാഴ്ച കൊണ്ടുപോയിക്ക. ഞായറാഴ്ച നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ആരാധന ദിവസമല്ല, ക്രൈസ്തവർക്കാണ്. അവർക്കുള്ളതാകുന്ന കുർബാന കഴിക്കുന്ന ദിവസമാണ്. പൊതു അവധി ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് അങ്ങ് നീക്കി ഇപ്പൊ അത് തന്നെ സ്ഥിരം ഞായറാഴ്ചകളിൽ മാത്രമായി. അതില് ഖൈറില്ല. ഖൈർ ഏതിലാണ്? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച പരമാവധി നോക്കണം. വെള്ളിയാഴ്ച പരമാവധി നോക്കണം. ആഹാരം കൊടുക്കേണ്ട ഉസ്താദേ. ആഹാരം ഉച്ചയ്ക്ക് തന്നെ ആകണം ഇത്ര നിർബന്ധം? ആഹാരം കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് വലീമത്ത്, സൽക്കാരം നടത്തേണ്ടത് എപ്പോഴാ? വിവാഹത്തിന് ശേഷമാണ്. ഇത് കല്യാണം നടക്കുന്നതിന് മുമ്പ് കയറി റാഹത്തായിട്ട് 3 ട്രിപ്പ് കഴിഞ്ഞിട്ട് ടാറ്റ അടിച്ച് വെളിയിൽ നിൽക്കുക. കല്യാണം നടന്നിട്ടില്ല, പള്ളിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ചെക്കനും വരുന്നതിന് മുമ്പ് ഇവിടുന്ന് വിരലൊക്കെ ഉറിഞ്ചി വെളിയിലിറങ്ങി റാഹത്ത് എല്ലാം കഴിഞ്ഞ് നിക്കാഹ് നടന്നിട്ടില്ല. അതല്ല യഥാർത്ഥത്തിൽ. വിവാഹത്തിന് ശേഷം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ വലീമത്ത്. നിക്കാഹ് കഴിഞ്ഞു, അതിന് ശേഷമുള്ള സൽക്കാരമാണ്. അത് ആരുടെ മേൽ നിർബന്ധമാണ്? ആർക്കത് സുന്നത്ത്? ചെക്കനാണ്, പുതിയാപ്പിളക്കാണ്. എല്ലാ മസലയും നമുക്കറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പുറകോട്ടാണ്. അവിടെയാണ് പ്രശ്നം. അത് തന്നെ വലീമത്ത് നടത്തുന്നത് രാത്രിയിലാകലാണ് ഏറ്റവും നല്ലത്. പഠിച്ചു വെക്കണം നമ്മൾ. എപ്പോഴാകല നല്ലത്? രാത്രിയിലാകലാണ് ഏറ്റവും സുന്നത്ത്. ഇനി പകല് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുള്ളൂ. ദൂരെ ഉള്ളവർ ആയിക്കോട്ടെ, പകല് നടത്തിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ പരമാവധി വെള്ളിയാഴ്ച ആവണം. വെള്ളിയാഴ്ച ജുമായ്ക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ജുമാ കഴിഞ്ഞാൽ ഉടനെ എന്ത് റാഹത്താണ്, സുഗമമായിട്ട് നടക്കും. എവിടെയാണ് നിക്കാഹ് നടക്കുന്നത് അവിടേക്ക് നേരത്തെ തന്നെ ആളുകൾ എത്തട്ടെ. ജുമായ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കട്ടെ. നിക്കാഹ് കഴിഞ്ഞ് നേരെ ഇറങ്ങി വിവാഹം, ഭക്ഷണം കഴിക്കട്ടെ. അപ്പൊ അങ്ങനെ പോവാ എങ്കിൽ വളരെയേറെ ഖൈറാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അവിടെ നടക്കുന്നതാകുന്ന ധൂർത്തും ദുർവ്യവും ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പറയാനുണ്ട്. അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത വിഷയത്തിലേക്ക് വരിക. ശ്രദ്ധിക്കണേ നിങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കാലൂന്നുന്ന സമയമാണ്. ഏറ്റവും ബറക്കത്തുള്ള സമയമാണ്. ഒരു പെണ്ണിനെ ആദ്യമായി കണ്ടുമുട്ടിയാൽ, അഥവാ പുതിയ പെണ്ണിനെ ആദ്യമായി കണ്ടുമുട്ടിയാൽ അവളുടെ തലയിൽ മൂർധാവിൽ കൈവച്ചുകൊണ്ട് നമുക്ക് ചെല്ലൽ, പുരുഷന്റെ മേൽ ചെല്ലൽ സുന്നത്തായ പ്രാർത്ഥനയുണ്ട്. ഇതുവരെ ചെല്ലിയിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി കെട്ടണോ ഉസ്താദ്? എന്നാലേ ഇതൊക്കെ ചെല്ലാൻ പറ്റും. ആദ്യത്തേന് ഇതൊന്നും ചെല്ലിയില്ല. വിവാഹം കഴിഞ്ഞ് പുതിയ പെണ്ണിനെ ആദ്യം കാണുമ്പോൾ എന്ത് ചെയ്യണം? അവളുടെ തലയിലോട്ട് കൈവെക്കണം. പുതിയ പെണ്ണിന്റെയാണ്, നാട്ടുകാരെ വല്ലവരല്ല. സ്വന്തം പെണ്ണിന്റെ തലയിൽ കൈവച്ചിട്ട് ഇത് ദുആ ഇറക്കണം. ഏത് ദുആ? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. اللهم بارك لكل واحد منا ولصاحبه ബാരിക് ലികുല്ലി വാഹിദിൻ മിന്നാ വലിസാഹിബിഹി. നമ്മളിൽ ഓരോരുത്തരും അതിന്റെ ഇടയിലും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ എന്ന് ദുആ ചെയ്യണേ. തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ വലിസാഹിബിഹി. അല്ലാഹു നമ്മളിൽ ഓരോരുത്തരിലും ബറക്കത്ത് ചൊരിയട്ടെ എന്ന് പുതിയ പെണ്ണിന്റെ തലയിൽ മൂർധാവിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദ്യമായി കാണുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ വിവരമുള്ളവനെ കെട്ടണം. അതായി പറഞ്ഞത്. കാട്ടായി അടിച്ചാ കയറി വരും. തലേണ എവിടെയെന്ന് ചോദിച്ചു വരിക. നേരെ കയറി കിടന്ന് ഉറങ്ങുക. തലയെ കൈ ചെയ്തു കിട്ടിയിട്ടുണ്ടാ? കിട്ടിയിട്ടുള്ളവര് പറ, എത്ര പേർക്ക് കിട്ടി? എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ട്? ചെയ്യാത്തവർ ഇന്ന് രാത്രിയിലെങ്കിലും പോയിട്ട് ഇത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഭാര്യയുടെ തലയ്ക്ക് കൈപിടിച്ചിട്ട് ബറക്കത്തിന് വേണ്ടി ദ്വാരക്ക അനുദിനം അടിക്കുന്നു. നമ്മുടെ സ്വന്തം ഭാര്യയല്ലേ, തലയ്ക്ക് കൈവച്ചിട്ട് ദ്വാരക്ക. ബറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ വലിസാഹിബിഹി اللهم إني أسألك خيرها وخير ما جبلتها عليه وأعوذ بك من شرها وشر ما جبلتها عليه. ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഭർത്താവ് ചോദിക്കേണ്ട ദുആണ്, പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, ഇവളുടെ ഖൈറിനെ, ഇവളുടെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. വ ഖൈറ മാ ജബൽതഹാ അലൈഹി, ഏതെല്ലാം ഖൈറുകൾ ഇവളുടെ പ്രകൃതത്തിന്മേൽ നീ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഖൈറിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽത അലൈഹി, ഇവളുടെ ശർറിനെ തൊട്ടും കാവൽ തേടുന്നു അല്ലാഹ്. ഏതെല്ലാം ശർറുകളിലാണോ ഇവളെ പടയ്ക്കപ്പെട്ടത് അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇതൊക്കെ ചൊല്ലി തീരുമ്പോ നേരം വെളുക്കുമല്ലോ, എന്നാലും കുഴപ്പമില്ല. വേറെ ഷെറിനെ തൊട്ട് കാവല് തേടുക എന്നുള്ളതാണ് പേര്. ഇല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഹൽക്കിന് പിടിക്കും. അങ്ങനത്തെ ടീമിനെ കിട്ടിയെങ്കിൽ തീർന്നു. ഖിയാമത്ത് നാൾ വരെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നതാണോ നല്ലത്, ആദ്യ രാത്രി കൊണ്ട് അത് സോൾവ് ആകുന്നതാണോ നല്ലത്? എന്നാ പിന്നെ സോൾവ് ആക്കിയിട്ട് തന്നെ കാര്യം. ഇത് എഴുതി പഠിക്കണം. ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് ഈ ദുആ എന്ത് ചെയ്യണം, എഴുതി കൈവച്ചിട്ട് തലേ നോക്കി വായിച്ചാലും കുഴപ്പമില്ല. അല്ലാഹ് ഇത് ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ട അമലാണ് ഈ പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിപ്പോ ആലിമീങ്ങളും അല്ലെങ്കിൽ ദീനിന്റെ അഹ്ലുകാരും മാത്രം ചെയ്യേണ്ടതല്ലോ, സാധാരണക്കാരും ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പോകുന്നു അവിടുന്ന്, വീണ്ടും പോവാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടത്. അവിടെ നടക്കുന്ന ദൂരത്ത് ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും ഞാനിപ്പോ പറയുന്നില്ല, ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. നിക്കാഹ് കഴിഞ്ഞ് ഖത്തീബ് ഉസ്താദ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓഡിറ്റോറിയത്തിലൊക്കെ കാണിച്ചു കൂട്ടുന്നതാകുന്ന ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് പരമാവധി നിക്കാഹി എവിടെയാകാൻ പറഞ്ഞത്, പള്ളിയിലാകാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ നിക്കാഹ് പരസ്യപ്പെടുത്തണേ, പരസ്യമാക്കണേ, അത് പള്ളിയിൽ വെച്ചുകൊണ്ടായിരിക്കണേ എന്നും നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ വെള്ളിയാഴ്ച ആവുക, പള്ളിയിൽ വെച്ചാകുക, ഇതൊക്കെ വളരെ ശക്തിമത്തായ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ പള്ളിയിൽ വെച്ചാകുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ആഭാസങ്ങളും ആർഭാടങ്ങളും ഒക്കെ എന്തായാലും കുറയും. പള്ളിക്കകത്ത് ഇതൊന്നും കാണൂലല്ലോ. പടക്കം പൊട്ടിക്കലും പെണ്ണുങ്ങളുടെ ഭയങ്കരമായ എഴുന്നള്ളത്തും വിഷയങ്ങളും ഡ്രസ് കോഡുകളും വിഷയങ്ങളും ഒന്നും ഉണ്ടാവൂല. ഒക്കെ ഒരു മാന്യമായി മാറും. അതുകൊണ്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. നിൽക്കട്ടെ. അപ്പൊ അത്തരത്തിലുള്ള ആഭാസങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും പരേഡുകളും ഒക്കെ ഒഴിവാക്കി ദീനിയായ രീതിയിൽ കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന പോലെ വളരെ ലളിതമായ രീതിയിലുള്ള വിവാഹമായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ്, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. തഴവ ഉസ്താദിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരിന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയാം? അത് ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസവാന. ബഹുമാനപ്പെട്ടവർ വലിയ സൂഫിയായിരുന്നു, വലിയ ധനികനായ വ്യക്തിയും കൂടിയായിരുന്നു. നല്ല ആലിമാണ്, വലിയ സമ്പന്നനുമായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളുടെ ഒക്കെ വിവാഹം വളരെ ലഘുവായിട്ടാണ് നടത്തിയത്. വളരെ ലഘുവായിട്ട് 20 പേരിൽ താഴെയാണ് വിവാഹത്തിനാകെ ഉണ്ടാകുന്നത്. ചെക്കന്റെയും പെണ്ണിന്റെയും വീട്ടിൽ നിന്ന് ആകെ മൊത്തത്തിൽ എത്ര പേര്? 20 പേരിൽ താഴെ. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തും.
പള്ളിയിൽ വെച്ച് പരസ്യമായി പറയും, ജുമായ്ക്ക് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് പറയും, എന്റെ മകള് ഇന്ന ആളുടെ വിവാഹം ഇന്ന നാട്ടിലുള്ള ഇന്ന ആളെ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന മുസ്ലിയാരെ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് ഞാൻ വിവാഹം നടത്തി. ഇന്ന് രാവിലെ ആയിരുന്നു നിക്കാഹ് നടന്നത്. ഇൻഷാ അല്ലാഹ് ജുമാ കഴിഞ്ഞ് നിങ്ങളെല്ലാം പോകുമ്പോ ഒരു ചെറിയ ചീരണയുണ്ട് കൊണ്ടുപോകണേന്ന്. ജുമാ കഴിഞ്ഞ് പോകുമ്പോ എല്ലാവർക്കും നല്ല നാരങ്ങാവെള്ളവും നല്ല പൂവമ്പഴവും നിക്കാഹ് കഴിഞ്ഞു. നമുക്കൊക്കെ എങ്ങനെ സാധ്യമാവോ? സാധ്യമായിരുന്നു കോവിഡിന്റെ സമയത്ത്. 10 പേർക്ക് കൂടാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് നിർദ്ദേശം നൽകിയപ്പോ നമുക്കൊരു കുഴപ്പമില്ല, പരാതിയില്ല, പരിഭവമില്ല. മറ്റേതെല്ലാവർക്കും പരാതിയാണ്, എന്നെ അവൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, എന്നെ അവിടെ വെച്ച് കണ്ടതാണ്, ഇന്നവളെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നെ വിളിച്ചില്ല. അതെപ്പോഴായിരുന്നു കല്യാണം? ആ കല്യാണം അങ്ങനെ കഴിഞ്ഞെങ്കിൽ അവന്റെ കുട്ടിക്ക് ഞാനൊന്നും കൊണ്ട് കൊടുക്കൂല. കാരണം എന്താ? എന്നെ കല്യാണം വിളിച്ചില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കോവിഡിന്റെ സമയത്ത് നടന്ന കല്യാണത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് സോക്കേട്. നമുക്ക് എല്ലായിടത്തും പോയി റാഹത്തായിട്ട് കഴിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതൊക്കെ അവരുടെ കാലത്തല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 23 വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. 500 വർഷം മുമ്പുള്ള മൊയ്തീൻ ഷെയ്ഖിന്റെ കഥയല്ല ഈ പറഞ്ഞത്. 23 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കേരളം കണ്ട വലിയൊരു ആലിം, അദ്ദേഹത്തിന്റെ മക്കളുടെ ജീവിതം ഈ നിലയ്ക്കാണ് നടത്തിയിരുന്നത്. നമുക്ക് സാധിക്കും, നമ്മൾ ശ്രദ്ധിച്ചാൽ. ആർഭാടങ്ങൾ കുറയ്ക്കാൻ സമൂഹത്തിലെ നേതൃത്വം തന്നെ കടന്നു വരണം. ഉന്നതരായ പണക്കാരായ ആളുകൾ തന്നെ കടന്നു വരണം. 100 പവനും വലിയതാകുന്ന രീതിയിലുള്ള വിവാഹമൊക്കെ നീ നടത്തുമ്പോ നിന്റെ മഹല്ലത്തിൽപ്പെട്ട വെറും സാധുക്കളായ ആളുകൾ കണ്ണീര് വാർക്കുന്നുണ്ട്. കാരണം നിന്റെ വിവാഹം കണ്ടിട്ട് നിന്റെ മകളോടൊപ്പം ഒരുമിച്ച് അതേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാകുന്ന മറ്റൊരു മോളും ഇതേ മഹല്ലത്തിൽ തന്നെയുണ്ട്. 5 പവനോ 10 പവനോ പോലും ചേർത്ത് വിവാഹം നടത്താൻ പോലും സാധിക്കാത്ത ആ പാവങ്ങൾ വളരെയേറെ ക്രൂശിക്കപ്പെടുകയാണ് നിന്റെ ഈ സമ്പത്ത് ചെലവഴിക്കലുകൊണ്ട്. മാനസികമായി പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിൽക്കട്ടെ, അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ വീണ്ടും തിരിച്ചു വരാൻ, വേഗം പറഞ്ഞു പോവാൻ. വിവാഹ ബന്ധം കഴിഞ്ഞു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി തുനിയുമ്പോ, കിടപ്പറയിലേക്ക് കിടക്കുമ്പോ, വിവാഹം കഴിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ വരനും അതുപോലെ തന്നെ വധുവിന്റെ ഉപ്പയും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകാൻ. ആരൊക്കെ നിസ്കരിക്കേണ്ടത്? പുതിയാപ്പിളയാകാൻ പോകുന്ന വരന് നിസ്കരിക്കണം 2 റക്അത്ത് സുന്നത്ത്. വാപ്പ, ആരുടെ വാപ്പ? പുതിയാപ്പിളയുടെ വാപ്പ അല്ല, പെണ്ണിന്റെ വാപ്പ 2 റക്അത്ത് നിസ്കരിക്കണം. പെണ്ണ് വേണ്ട. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം ഇവര് യാത്ര പുറപ്പെടാൻ, നിക്കാഹ് റാഹത്താകാൻ. എന്നിട്ട് ദുആ ചെയ്യണം 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, അല്ലാഹു എന്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് അയക്കുകയാണ് ഇന്ന വ്യക്തിയോടൊപ്പം, നീ അത് ഖൈറിലാക്കണേ അല്ലാ, സ്വാലിഹായ കുസുമങ്ങളെ മക്കളെ നീ അവർക്ക് സമ്മാനിക്കണേ അല്ലാ എന്ന് പറഞ്ഞു വേണേ ഇറങ്ങാൻ. ഇത് വാപ്പ ബാത്റൂമിൽ കയറിയിരിക്കുക, 3 പാക്കറ്റ് സിസർവെൽറ്റ് വലിച്ചു തീർക്കുക. എന്റെ മോളെ പറഞ്ഞയക്കണം, അതിന്റെ ടെൻഷൻ. അവിടെ ചെല്ലുമ്പോ പോക്കറ്റ് നിറച്ച് കാശ് കിട്ടണേ റബ്ബേ, പരിപാടി. പിന്നെ അങ്ങനെ റെഡിയാവും. ഇതല്ലേ നമ്മുടെ അവസ്ഥ. വരന് നിസ്കരിക്കാം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആദ്യ രാത്രിയിൽ വുളൂ ചെയ്ത് വരട്ടെ. ആര്? വരനും വധുവും വുളൂ ചെയ്ത് വരട്ടെ. അതിനു മുമ്പ് തന്നെ ആദ്യം കണ്ടുമുട്ടിയപ്പോ തലയിൽ കൈവച്ച് ദുആ ചെയ്തു. അതിനുശേഷം വുളൂ എടുത്തിട്ട് വരട്ടെ. എന്തിനാ വുളൂ എടുക്കുന്നത്? ഷാഫി മദ്ഹബ് പ്രകാരം ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയും. പിന്നെ എന്തിനാ ഉസ്താദ് ഈ വുളൂ? വുളൂ എടുത്തേ പറ്റൂ. അത് അള്ളാഹും റസൂലും പറഞ്ഞതാണ്, നമ്മളത് അമൽ ചെയ്തേ പറ്റൂ. വുളൂ മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, അത് വേറെ വിഷയമാണ്. വുളൂ എടുക്കണം. എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നിത്യമായി വുളൂ എടുക്കണം. കാരണം ഉറങ്ങാൻ പോവാണ്. ഒന്ന്, ഉറക്കം എന്ന് പറയുന്നത് മരണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ ഇവിടെ? ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഖുർആനായത്താണ്. ഇതാ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതി ലം തമുതു ഫീ മനാമിഹാ فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ. മരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളുടെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാം മുഖേന പിടിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആത്മാവിനെ പിടിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. വല്ലതി ലം തമുത് ഫീ മനാമിഹാ. ഉറങ്ങാൻ വേണ്ടി പാ വിരിച്ചുകൊണ്ട് ഉറക്കിലേക്ക് പോകുന്നതായ സഹോദര സഹോദരി, നീ അറിയണേ, നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ഉറക്കം മരണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. فيمسك التي قضى عليها الموت فيمسك التي قضى عليها الموت. ഉറക്കിൽ തന്നെ മരണപ്പെടുന്ന എത്ര ആളുകളുണ്ട്, എത്ര മുഅ്മിനീങ്ങളുണ്ട്. വൈകുന്നേര സമയത്ത് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് കടന്നിരുന്ന പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ ഭർത്താവിനെ വിളിക്കുമ്പോ അനക്കമില്ല. ഭാര്യ വിളിക്കുകയാണ്, ഭർത്താവ്, അല്ലയോ പ്രിയതമ എഴുന്നേൽക്കണേ. അനക്കമില്ല. ഉറക്കം മരണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ തിരിച്ചു നൽകുകയാണ്. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നു എന്നും വിശുദ്ധമായ ഖുർആൻ. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. നിന്റെ മരണം 60 വയസ്സ് വരെ ഉണ്ടാകണമെന്ന് പടച്ച റബ്ബ് നേരത്തെ തീരുമാനിച്ചതാ. നിനക്കിപ്പോൾ 55 ആയിട്ടുള്ളൂ. ഉറക്കിൽ നിന്ന് നീ എഴുന്നേൽക്കുമ്പോ നീ മനസ്സിലാക്കണേ, ഉറങ്ങുന്ന സമയത്ത് നിന്റെ ആത്മാവിനെ പിടിച്ചു വെച്ചിട്ട് അല്ലാഹു തിരിച്ചു നൽകിയതാണെന്നറിയണേ. കാരണം നിനക്കുള്ള അവധി 60-ാമത്തെ വയസ്സിലാണ്. 60-ാമത്തെ വയസ്സിലാ നിന്റെ ആത്മാവിനെ പിടിക്കാൻ സമയമായില്ല. വയുർസിലുൽ ഖറാ ഇലാ അജലിൻ മുസമ്മാ. അടുത്ത ഒരവധി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആത്മാവിനെ തിരിച്ചു നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അടുത്ത ഒരു സമയത്ത് നിന്നെ പിടിക്കും. ഇപ്പം നീ പോയിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറയും. അതുകൊണ്ടാണ് നമ്മൾ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോഴും മറ്റുള്ള ഭർത്താവൊക്കെ വിളിക്കുമ്പോഴൊക്കെ എഴുന്നേക്കുന്നത്. അല്ലാഹു റൂഹിട്ട് തരിക തിരിച്ച്. ഇതിനെ ആര് പിടിച്ചു വെച്ചിട്ടുണ്ട്? ഉറങ്ങുന്ന സമയത്ത് പടച്ചോൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉറക്കിൽ ചില ആളുകൾ അതേപോലെ തന്നെ മരിച്ചു വീഴും. ശുദ്ധമായ ഖുർആൻ. ചില ആളുകൾ മരണപ്പെട്ടു പോകും, അല്ലേ? എത്രയോ ആളുകൾ ഉറക്കിൽ മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഉറക്കം മരണമാണ്. ഉറങ്ങുന്ന സമയത്ത് നിന്റെ ആത്മാവിനെ ആര് പിടിച്ചു വെക്കുന്നുണ്ട്? അല്ലാഹു പിടിച്ചു വെക്കുന്നു. അല്ലാഹ്. അങ്ങനെയാണ് ഇന്ന് ഇനി ആരും ഉറങ്ങൂല. ഉറങ്ങാതിരിക്കണ്ട, എന്തായാലും മരിക്കും. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. മരിക്കാതിരിക്കാൻ ഒരു ആയത്തുണ്ട്, പഠിപ്പിച്ചു തരട്ടെ. അത് കൊള്ളാവൻ. മരിക്കാതിരിക്കാൻ എന്തുണ്ട്? ഉസ്താദ് വെറുതെ പറയുന്നതാണ്. ഞാൻ വെറുതെ പറയുന്നത്. മരിക്കാതിരിക്കാൻ ഒരു ആയത്തുണ്ട്. അത് എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾ 7 പ്രാവശ്യം ഓടണം. എത്തോട്ടോ? എന്നാ സുബൈ വരെ മരിക്കൂല. ഉറപ്പാണ്. ഞാൻ എഴുതി പേപ്പറിൽ എഴുതിത്തരാം. എന്റെ അഡ്രസ് എഴുതി. മടങ്ങരുത്. സുബൈ കഴിഞ്ഞ് അത് 7 പ്രാവശ്യം ഓതിയാല് മഗ്രിബ് വരെ മരിക്കൂല. വീണ്ടും മഗ്രിബിന് ശേഷം വീണ്ടും ഓതിയാല് വീണ്ടും സുബൈ വരെ ജീവിച്ചിരിക്കും. ഉറപ്പാണത്. 100% ഉറപ്പാണ്. ഏതാ ആയത്ത് അറിയോ? സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനത്തെ 2 ആയത്ത് ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം.
فإن تولوا فقل حسبي الله فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ 2 ആയത്ത് മനപ്പാടാക്കി വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എത്ര പ്രാവശ്യം ഇത് ഓതുക? 7 പ്രാവശ്യം ഓതുക. മരണം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സലാമത്ത് കിട്ടും. സിഹറിൽ നിന്ന് മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക, കാവലുണ്ടാവും, കണ്ണേറുണ്ടാകുന്നില്ല. ഈ ആയത്ത് ദിനേന പതിവാക്കിയ രാവിലെയും വൈകിട്ടും ഓതണം. സുബഹിക്ക് ശേഷം ഓതുക, അതുപോലെ തന്നെ മഗ്രിബ് കഴിഞ്ഞ് ഓതുക. 7 പ്രാവശ്യം ഓതിയാലും മരണം ഉണ്ടാവൂല, ഉറപ്പ്. ഇതാര് പറഞ്ഞതാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? മരിക്കുന്ന ദിവസം ഇത് മറന്നു. അത് കൊള്ളാമല്ലോ. നമ്മുടെ അവധി എത്തുന്ന സമയത്ത് എന്താവും? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് മറപ്പിക്കും. അന്നത്തെ ദിവസം ഓതൂല. അങ്ങനെയാണ് പിന്നെ ഇത് ഓതിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇത് ഓതി നോക്ക്, സൂഉൽ ഖാത്തിമ ഉണ്ടാവൂല, അഥവാ നല്ല മരണമേ ഉണ്ടാവുള്ളൂ. മോശപ്പെട്ട ഒരു മരണം ഉണ്ടാവൂല. അപകട മരണം, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, കത്തിക്കുത്ത്, വെടിവെപ്പ്, അല്ലെങ്കിൽ ബോംബ് വർഷം, ഇങ്ങനത്തെ ഒരു വിപത്തും ഉണ്ടാവൂല ഈ ആയത്ത് ദിനേന പതിവാക്കിയ. അപ്പൊ ഓതിക്കൂടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. കൊള്ളാം. ഇതെന്താ കഴിക്കാൻ? നല്ല സമൂസായും പായസവും. കൊള്ളാം. എന്താ വേണം? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം. അപ്പൊ ആയത്ത് പഠിച്ചോ? സൂറത്ത് തൗബയിൽ അവസാനത്തെ 2 ആയത്ത് ഓതിയാൽ സൂഉൽ ഖാത്തിമ, മോശപ്പെട്ടതാകുന്ന മരണം ഉണ്ടാവൂല, നല്ല മരണം കിട്ടും. രാവിലെ 7 പ്രാവശ്യം ഓതുക, വൈകിട്ട് 7 പ്രാവശ്യം ഓതുക. മുടങ്ങരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് കാവലാണ്, ഒരുപാട് കാര്യം. അതാ ഞാൻ പറഞ്ഞു, ഒരു കൊലപാതകം ഉണ്ടാവില്ല. ഇന്നിപ്പോ അതൊക്കെ വല്ലാതെ കൂടി വരികയല്ലോ. ഒരു കത്തിക്കുത്തിലോ വെടിവെപ്പിലോ ബോംബേറിലോ ഒന്നും നിനക്ക് അല്ലാഹു ഒരു വിപത്തും അല്ലാഹു നൽകൂല. മാത്രമല്ല, ഇത് ഓർമ്മ വെച്ചുകൊണ്ട് നീ ഓതിയാൽ നിനക്ക് ധൈര്യസമേതം ഉറപ്പിക്കാം, നീ മരിക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് രാത്രി ഇപ്പൊ ഓതിയ സുബഹി വരെ നീ ജീവിച്ചിരിക്കുന്ന കാര്യം 100% ഉറപ്പ്. ഇതാര് പറഞ്ഞതാ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ഓർമ്മ വെച്ച് ചെയ്താൽ വലിയ ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. തീർന്നില്ല. മക്കളെ സ്വാലിഹാകാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഘടകമാണ്. നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുനിയുന്നതിന് മുമ്പ് നിന്റെ ഭാര്യയുമായി 2 റക്അത്ത് നിസ്കരിക്കണേ. 2 റക്അത്ത് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം. എന്നിട്ട് ദുആ ചെയ്യണം, അല്ലാഹുവേ ഞങ്ങൾക്കിടയിലുള്ള ബന്ധത്തിലൂടെ നീ നൽകുന്ന കുട്ടിയെ നീ സ്വാലിഹാക്കി താ അല്ലാ. ഭർത്താവ് ദുആ ചെയ്യും. സഹോദരങ്ങളെ, നമ്മളിൽ ആരാണിത് ശ്രദ്ധിച്ചവർ? ആരിങ്ങനെ ശ്രദ്ധിച്ചവരുണ്ട്? ശ്രദ്ധിച്ചാൽ ഉറപ്പാണ് നമുക്ക് അല്ലാഹു നൽകുന്ന തലമുറ സ്വാലിഹീങ്ങളാകും. ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി തുനിയുമ്പോ അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് കിടപ്പറയിലേക്ക് കയറണേ. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ജാമഅ ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആല. ആരൊരുവൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, വലം യുസമ്മില്ലാഹ തആല, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാതെയാണ് അവൻ ബന്ധപ്പെട്ടത് എങ്കിൽ, അഥവാ അഊദും ബിസ്മിയും ചൊല്ലാതെയാണ് കിടപ്പറയിലേക്ക് കയറിയത് എങ്കിൽ, ഇൻതവശൈത്വാനു ഇഹ്ലീലഹു, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പിശാച് ഇന്തവ എന്തവി എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ടു കിടക്കും. അവളുമായി നീ ബന്ധപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ബന്ധം സ്ഥാപിക്കുന്നത് പിശാചാണ്. മക്കള് സാലിഹായി തീരൂല. ഹബീബായ റസൂലുള്ളാഹി. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. നമ്മളൊക്കെ തമാശയായി ഗൗരവമില്ലാതെ കാണും, പക്ഷേ വിശുദ്ധ ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതൊക്കെ തുറക്കപ്പെടുന്നവഴും അടയ്ക്കപ്പെടുന്ന സമയത്തും എന്ത് പറഞ്ഞിട്ടുണ്ട്? കാവല് തേടാൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോ എന്ത് വേണം? അത് പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാരും ബിസ്മി അല്ലാണേ അല്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഔദും ബിസ്മി വേണം അല്ലേ? വാ തുറക്കാണ്. വാ തുറക്കുന്നോണ്ട് എന്ത് വേണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാതെ ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭക്ഷണത്തോടൊപ്പം ആരാണ് ആഹരിക്കുന്നത്? പിശാചാണ് എന്ന ഹബീബായ റസൂലുള്ളാഹി. പിശാച് നിന്നോടൊപ്പം ആഹരിക്കും. ഒരാൾ വായിക്കോട്ട വിട്ടു, ആഹാരം ഒരുപാട് കൂടി, പായസമൊക്കെ കുടിച്ച് 3 സമൂസ ആരും അറിയാതെ അടിച്ചു മാറ്റി കഴിച്ച്, അങ്ങനെ വായിക്കോട്ട വിടുകയാണ്. അപ്പൊ ഇങ്ങനെ വായിക്കോട്ട വിടുന്ന സമയത്ത് എന്ത് ചെയ്യണം? എന്ത് വേണം? ഔദ് വേണം. അതാ ഞാൻ പറഞ്ഞത്, അവയവങ്ങൾ തുറക്കപ്പെടുന്ന സമയത്തൊക്കെ എന്ത് വേണം? കാവല് വേണം. ആ കാവല് തേടിയാൽ മാത്രം പോരാ, ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തിനാത്? ഇല്ലെങ്കിൽ പിശാച് അങ്ങോട്ട് കിടക്കും, ഉള്ളിലേക്ക്. ഇതിപ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഔദും ബിസ്മി എന്ന് പറയുമ്പോ ചിലർക്ക് അതിങ്ങനെ കേൾക്കുമ്പോ ഒരു വിഷമം. അതിനാ വിഷമമുള്ളവർക്ക് വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. എന്നാ പിന്നെ ഇതൊക്കെ എന്തിനാന്ന് നിങ്ങളോട് ചോദിക്കണം, മറുപടി പറഞ്ഞു. അതും നബി പഠിപ്പിച്ചതാണ്, ഇതും നബി പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കുമ്പോൾ ഔദും ബിസ്മി വേണം, വായിക്കോട്ട വിടുമ്പോൾ ഔദും ബിസ്മി വേണം. തീർന്നില്ല, മലമൂത്ര വിസർജനത്തിന് വേണ്ടി നീ ഇടതുകാല് വെച്ച് കയറുക ടോയ്ലറ്റിനുള്ളിലേക്ക്. അപ്പോൾ എന്ത് വേണം? പറ, നിങ്ങൾ തന്നെ പറ. ഔദ് വേണം. ഔദ് വേണമെന്നല്ല, ഏറ്റവും വലിയ കാവല് തേട്ട അവിടെയാണ്. ആൺ പിശാചുക്കളെ തൊട്ടും പെൺ പിശാചുക്കളെ തൊട്ടും കാവല് തേടുകയാണ് അവിടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺ പിശാചുക്കളെ തൊട്ടും പെൺ പിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവല് തേടുന്നു അല്ലാഹ്. അല്ലേ, കാവല് തേടണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനാ കാവല് തേടുന്നത്? നിന്റെ മുൻദ്വാരവും പിൻദ്വാരവും തുറക്കപ്പെടാൻ പോവുകയാണ്. പിശാചിനെ തൊട്ട് കാവല് തേടാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പ് നീ എന്ത് ചെയ്യണം? അഊദും ബിസ്മിയും ചൊല്ലണം. ഇല്ലെങ്കിൽ നിന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ടു കിടക്കും. അവളുമായി ബന്ധം സ്ഥാപിക്കുന്നത് പിശാചായിരിക്കും. അതിലൂടെ ജനിക്കുന്ന കുട്ടി സാലിഹാകാതിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ ഈ പറഞ്ഞ വിവാഹം മുതൽക്ക് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഘടകങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ, ഉറപ്പാണ് ആ മകൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉന്നതനായ ആലിമാകും, നല്ല തഖ്വയുള്ള വ്യക്തിയായി മാറും. ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാണിത് പറഞ്ഞത്. നമ്മള് കുട്ടി ആയതിനു ശേഷം പടച്ചോനെ ഉസ്താദേ എന്റെ കുട്ടിയെ ഒന്ന് സാലിഹാക്കി താന്ന് പറഞ്ഞു വരുന്ന യാതൊരു കാര്യമില്ല. എവിടെ മുതൽ ശ്രദ്ധിക്കണം? നമ്മുടെ ജീവിതം മുതലേ ശ്രദ്ധിക്കണം. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണേതാണ്? നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കൻ ഏതാണ്? അയാൾ ദീനുള്ളതാണോ അതോ കല്ലും കഞ്ചാവുമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണോ? നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷമല്ലാതെ വിവാഹത്തിന് തുനിയരുത്. വളരെ ശ്രദ്ധിക്കണം. സാര കാര്യമല്ല. കാരണം ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. നീയും നിന്റെ ഭർത്താവും ഒന്നിച്ചൊരു ജീവിതം അല്ല. ആ ഭർത്താവിലൂടെ നിനക്ക് ഇവിടെ സന്താനങ്ങൾ അള്ളാഹു നൽകുകയാണ്. വിശാലമായ ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പൊ അതിന് കാരണക്കാരാകുന്ന പ്രിയപ്പെട്ട നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് തികഞ്ഞ സാലിഹായ വ്യക്തിയാകണം എന്ന ചിന്ത നിനക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണല്ലോ ദീനിൽ ഏറ്റവും മുറുകെ പിടിക്കേണ്ടത് ആരെയാണ്? വിവാഹം കഴിക്കുമ്പോ ദീനുള്ളവളെയാണ്. ദീനുള്ള പുരുഷനെയും ദീനുള്ളവളെയുമാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പരിശുദ്ധ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ മാറ്റി വെക്കണം. സമ്പത്ത്, കുടുംബമഹിമ അതൊക്കെ മാറ്റിയിട്ട് ആദ്യം നോക്കേണ്ടത് ദീനാണ്. എത്രാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചു? അത് ചോദിക്കുന്നവരുണ്ടോ ഇന്ന് നമുക്കിടയിൽ? ചോദിക്കുന്നവർ കുറവാണ്.
വിദ്യാഭ്യാസം വേണം, മതവിദ്യാഭ്യാസം അനിവാര്യമാണ്, അത് കൊടുത്തേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈവാഹിക ജീവിതത്തിലൂടെ അല്ലാഹു നിനക്ക് ഒരു കുസുമത്തെ നൽകാൻ പോയാണ്. നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ പോസിറ്റീവാണ് എന്ന് ഭാര്യക്ക് ഗർഭമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ പണി തുടങ്ങണം. ഭർത്താവ് ശരിക്ക് ദുആ ചെയ്യുക, ഭാര്യ ശരിക്ക് അല്ലാഹുവിനോട് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. കാരണം 9 മാസം 10 ദിവസവും ഫുള്ള് എന്താണ്, നല്ല ശുദ്ധിയുടെ ഘട്ടമാണ്. അതുകൊണ്ട് ഖുർആൻ നല്ലതുപോലെ ഖത്മ് തീർക്കാൻ പറ്റുന്ന അവസരമാണ്. ശ്രദ്ധിക്കണേ, ഗർഭസ്ഥ ശിശുവിനെ കൊണ്ടു നടക്കുന്ന കാലഘട്ടം സ്ത്രീക്ക് എന്തില്ല, അശുദ്ധിയില്ല. മറ്റേത് മാസത്തിൽ 6 ദിവസം 10 ദിവസം അങ്ങനെ പോവായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ഖുർആൻ ഓതാൻ പറ്റിയ സമയം, എപ്പോഴും ഖുർആൻ ഓതാൻ, ഒന്നിനും ഒരു തടസ്സമില്ല. റാഹത്ത്, അൽഹംദുലില്ലാ. എത്ര ഖത്മ് തീർക്കാം, എത്ര ഖത്മ് തീർക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കണം. എത്ര ഖത്മ് നമ്മൾ തീർക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. റമളാനിൽ സുബഹി കഴിഞ്ഞാൽ ഒരു ഖത്മ് തുടങ്ങി വെക്കും, മഗ്രിബിന് തൊട്ട് മുമ്പ് ഖത്മ് പൂർത്തീകരിച്ച് ദുആ ചെയ്യും. മഗ്രിബ് കഴിഞ്ഞ് അടുത്ത ഖത്മ് തുടങ്ങി വെക്കും. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് രണ്ടാമത്തെ ഖത്മ് ഓതി പൂർത്തീകരിച്ച് ദുആ ചെയ്യും. ദിവസം റമളാനിൽ ദിവസമുള്ള പരിപാടിയാണ്. അപ്പൊ ഒരു ദിവസം എത്ര ഖത്മ് ഓതി തീർത്തു? 2 ഖത്മ്. റമളാൻ 30 ദിവസം കഴിഞ്ഞപ്പോ എത്ര ഖത്മായി? 60 ഖത്മായി. അല്ലാഹ്, 60 പ്രാവശ്യം ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർത്തു. നമ്മൾ 60 പേജ് പോലും റമളാനിൽ ഓതിയില്ല, 60 സൂറത്ത് പോലും ഓതിയില്ല, അല്ലേ? ഖുർആൻ കൈകൊണ്ട് തൊടാത്തവർ വരെ നമുക്ക് മുന്നിലുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് റമളാനിൽ. റമളാൻ അല്ലാത്തപ്പോഴോ രാത്രിയിലാണ് ഓത്ത് മുഴുവൻ. രാത്രിയിൽ എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതി പൂർത്തീകരിക്കും. എന്താ പകൽ ഓതാത്ത? പകല് ദർസെടുക്കാൻ മുത്തഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, അവർക്ക് മസലകൾ പറഞ്ഞു കൊടുക്കും, ദീനിയായ ചർച്ചകളാണ്. പകൽ അതിനുവേണ്ടി നിലകൊള്ളും, രാത്രിയിൽ ഒരു ഖത്മ് ഫുള്ള് ഓതി തീർക്കും. അല്ലാഹ്, അങ്ങനെ ദിവസവും റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ദിവസം ഒരു ഖത്ം, റമളാനിൽ 2 ഖത്മ്. ആര്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ അദ്ദേഹത്തിന്റെ അനുയായികളാണ്. നമ്മൾ എത്ര ഖത്മ് ഓതി തീർത്തിട്ടുണ്ട്? എന്നാൽ എന്റെ കുട്ടി സ്വാലിഹാകണമെന്ന് ചിന്തിച്ചിട്ടൊരു ഭാര്യ, ഒരു സഹോദരി, ഗർഭസ്ഥ ശിശു ഉള്ള കാലയളവിൽ 9 മാസ കാലയളവിൽ ഒരു ഖത്മ് ഓതി തീർത്തൂടെ? ഒരു ഖത്മ് ഓതി തീർത്തൂടെ? ഉറപ്പായിട്ട് സാധിക്കും. കാരണം ശുദ്ധിയുടെ ഘട്ടമാണ് ഫുള്ളുള്ളത്, റാഹത്തായിട്ട് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. فلما تغشاها حملت حملا خفيفا فلما أثقل الله دعوا الله صالحا دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. ഭാര്യ ഗർഭം ധരിച്ച് 9 മാസം പൂർത്തിയായി നിലകൊള്ളുന്ന സന്ദർഭം എത്തുന്ന സമയമത്രയും ഭർത്താവും ഭാര്യയും ദുആ ചെയ്യണം. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഈ നൽകുന്ന കുസുമത്ത് നീ സ്വാലിഹാക്കി തരണേ അല്ലാഹ്, നീ സ്വാലിഹാക്കി തരണേ അല്ലാഹ്. ലഇൻ ആതൈതനാ സ്വാലിഹാ, ഈ കുഞ്ഞിനെ നീ സ്വാലിഹാക്കി നൽകിയാൽ ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ തീർച്ചയായും നിനക്ക് നന്ദിയുള്ളവരായി മാറും അല്ലാഹ്. പടച്ച റബ്ബിനോട് മാതാപിതാക്കൾ ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളേണ്ട പ്രാർത്ഥനയാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. എപ്പോഴും ദുആ ഇരക്കണം. അല്ലാഹുവേ, എനിക്ക് ഈ വയറ്റിലുള്ള ഈ കുട്ടിയെ നീ സ്വാലിഹാക്കി താ അല്ലാഹ്. ഭർത്താവും ദുആ ഇരക്കണം, ഭാര്യയും ദുആ ഇരക്കണം. നമ്മൾ ചോദിക്കാതെ അല്ലാഹു നൽകൂല സഹോദരങ്ങളെ. മക്കളെ സാലിഹായി കിട്ടൂല, ശരിക്ക് ചോദിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ടതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ?
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സദാസമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഇത് മാത്രമാണ്, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ നൽകണേ, അല്ലാഹ് സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വയസ്സ് 90 കഴിഞ്ഞു, വയസ്സ് 100 കഴിഞ്ഞു, വയസ്സ് 110 വയസ്സ് 120 ദുആ ഒന്ന് മാത്രമാണ്, അല്ലാഹുവേ എനിക്ക് നീ കുട്ടിയെ നൽകുകയാണ് എങ്കിൽ സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. കുട്ടിയെ നൽകുകയാണെങ്കിൽ ആരെ തരണം? സ്വാലിഹായ കുട്ടിയെ തരണം, അല്ലെങ്കിൽ എനിക്ക് കുട്ടിയെ വേണ്ട. അതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ശ്രദ്ധിക്കണേ, സാലിഹായ കുട്ടിയെ തന്നെ ചോദിച്ചു. ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാ ഇബ്രാഹിം നബി? ഖലീലുള്ളയാണ്, അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയാണ്. എന്നിട്ട് അള്ളാഹു പരിഗണിച്ചതപ്പോഴാ 120 വയസ്സിലാണ് കുട്ടിയെ കൊടുത്തത്. ആരെയാ കൊടുത്തത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതാകുന്ന ഒരു പൊന്നുമോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകുകയാണ്. 98 വയസ്സാണ് ഭാര്യയ്ക്കുള്ളത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഗർഭം ധരിപ്പിക്കുകയാണ്. 98. അല്ലാഹ്. കാരണം ഇത് റബ്ബിന് ഇതൊക്കെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കഴിവുള്ളവനാണ്. 120 വയസ്സിലാണ് മോനെ കൊടുക്കുന്നത്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഒരു മകനെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ മകൻ സൃഷ്ടികൾ വെച്ച് ഏറ്റവും സമുന്നതരാകുന്ന പ്രവാചകന്മാരിലും ഉൾപ്പെടുത്തി. അഥവാ സ്വാലിഹായ വ്യക്തിയാക്കി, നബിയാക്കി അള്ളാഹു മാറ്റി. നമ്മൾ ശ്രദ്ധിക്കണം. വാപ്പാടെ ദുആഇന്റെ വലിപ്പാണ് ഈ പറഞ്ഞത്. വാപ്പ ശരിക്കും ദുആ ഇരുന്നപ്പോ മകൻ എന്തായി? സാലിഹാക്കിയെന്ന് മാത്രമല്ല, ആ മകൻ ആരാക്കി? പ്രവാചകന്മാർ ഉൾപ്പെടുത്തി. പ്രവാചകനല്ലേ ആര്? സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണ്. നബിയെ നബിയെ ഇസ്മായിൽ എന്ന പ്രവാചകരെ കുറിച്ച് തങ്ങളെന്ന് അനുസ്മരിക്കണേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, വാഗ്ദാനം പൂർത്തീകരിച്ചിരുന്ന വ്യക്തിയാണ്. വകാന റസൂലൻ നബിയാ, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലുമായിരുന്നു, അല്ലാഹുവിന്റെ നബിയുമായിരുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, സ്വന്തമായി നിസ്കരിക്കുക മാത്രമല്ല, തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, കുടുംബത്തോട് സകാത്ത് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർളിയാ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സംതൃപ്തിപ്പെട്ടതായ അടിമയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. റബ്ബിന്റെ ഏറ്റവും സംതൃപ്തിയുള്ള അടിമയായി മാറി. ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആരുടെ ദുആ ആണ്? വാപ്പ ദുആ ഇരുന്നത് കൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് മിക്ക ഉപ്പമാരും ദുആ ഇല്ല. ഭാര്യ ഇവിടെ ഗർഭിണിയാണ്, ഗർഭം ധരിച്ചിട്ട് നിലകൊള്ളാണ്. 9 മാസം 10 ദിവസം അടുക്കുമ്പോ ചിലപ്പോ ഇവിടെ ആശുപത്രിയുടെ അടുക്കൽ ആളിവിടെ ഉണ്ടാവും. അത് തന്നെ ചിലപ്പോൾ ഉണ്ടെങ്കിലുണ്ട്. അങ്ങനെയല്ലല്ലോ. തുടക്കം മുതലേ നീ വേണം എപ്പോഴും ദുആ ചെയ്തുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് എപ്പോഴും നീ ഉണ്ടാവണം. ശരിക്കും ദുആ ചെയ്യണം. എന്തുകൊണ്ട്? 3 ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു തട്ടൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, 3 പേരുടെ പ്രാർത്ഥന അല്ലാഹു തട്ടൂല എന്നാണ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസു ദഅവാത്തിൻ മുസ്തജാബ,
3 പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്നതാണ് സഹാബ. ദഅവത്തുൽ വാലിദി അലൽ വലദി, ഒരു വാപ്പ തന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ദുആ ചെയ്താൽ ഉത്തരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പ മകന്റെ വിഷയത്തിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു തട്ടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വാപ്പാടെ കാര്യം തന്നെ എങ്ങനെയാണ്, പിന്നെ ഉമ്മാടെ കാര്യം പറയണ്ട. അല്ലാഹ് ഉമ്മ ദുആ ചെയ്താൽ എന്തായാലും സ്വീകരിക്കും. വാപ്പ ദുആ ചെയ്താൽ തന്നെ ഇജാബത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി വദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ പ്രാർത്ഥന ദുആഇന് ഇജാബത്തുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ പള്ളികളിലൊക്കെ വരുമല്ലോ, യാത്ര ചെയ്തിട്ട് ആളുകൾ യാചിച്ചുകൊണ്ട് നമ്മളൊരു സ്വതക്ക കൊടുത്തിട്ട് ദുആ ചെയ്യാൻ അവരോട് പറയാം. അവർ അല്ലാഹു ഖൈറിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, രക്ഷപ്പെട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് യാത്രക്കാരൻ, ഹലാലായ യാത്ര ചെയ്യുന്ന ആളുകൾ. അവരുടെ ഒരു ദുആ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. തീർന്നില്ല. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ഇജാബത്തുള്ളതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അകാരണമായി ശത്രുക്കളുടെ മർദ്ദനം ഏറ്റുകൊണ്ട് കഴിയുന്നതാകുന്ന വ്യക്തി, അദ്ദേഹം ഒന്ന് മനമുരുകി ദുആ ചെയ്താൽ ഉറപ്പായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 3 കൂട്ടരെ പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് ദഅവത്തുൽ വാലിദി അലൽ വലദ്, വാപ്പ തന്റെ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഇജാബത്താണ് ഹബീബ് റസൂലുള്ളാഹി. അതിവിടെ മനസ്സിലായി. കാരണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, മകനെ ഇവിടെ കിട്ടി. മകനെ കിട്ടി എന്ന് മാത്രമല്ല, ആ മകൻ റസൂലാണ്, നബിയുമാണ്, ചരിത്രമറിയപ്പെട്ടതാകുന്ന വലിയ ഉന്നത വ്യക്തിത്വമാണ്. ബലിപെരുന്നാൾ വരുമ്പോ ഈ മകന്റെ പേര് പറയാതെ പോകൂല, ഒരു മിമ്പർ മെഹ്റാബും. സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയുടെ അനുജനാണ് ആര്? സയ്യിദുനാ ഇസ്ഹാഖ്. അതാണ് പായസം കുടിച്ചാലുള്ള ഗുണം. അതാണ് റളിയല്ലാഹുവിനൊക്കെ പോയി. വസയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ് ആര്? സയ്യിദുനാ യഅഖൂബ്. യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് ആര്? സയ്യിദുനാ യൂസുഫ്. നോക്കൂ നിങ്ങൾ, വാപ്പ ദുആ ചെയ്തപ്പോൾ കുട്ടിയെ കൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ പരമ്പര മുഴുവനും സാലിഹീങ്ങളാണ്, ഒക്കെ പ്രവാചകന്മാരാണ്. ശ്രദ്ധിച്ചില്ല? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, എന്ത്? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു കുട്ടിയെത്താ അല്ലാഹ്. ദുആ ചെയ്തു. ഇസ്മായിൽ നബിയെ കൊടുത്തു, അനുജൻ ഇസ്ഹാഖിനെ കൊടുത്തു. ഇസ്ഹാഖിന്റെ മകനാണ് ആര്? യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ മകനാണ് ആര്? യൂസുഫ് നബി അലൈഹിസ്സലാം. ഒക്കെ പ്രവാചകന്മാർ. അപ്പൊ മനസ്സിലായ വാപ്പന്മാരുടെ ദുആഇന്റെ കട്ടി എത്രത്തോളം ഉണ്ട്? എന്ത് വേണം? നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ കാര്യം മാത്രം പറഞ്ഞു പോകണം, അത് പോരാ. മക്കളെ സ്വാലിഹാക്കണമെന്ന് നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്കിക്കേ, ഉറപ്പായിട്ടും സ്വാലിഹാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ദുആ ഇറക്കണം. വലുതായി അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഉസ്താദെ ഒന്ന് ദ്വാരക്കണേ, ഇവനെ ഓർമ്മിച്ച്. അങ്ങനെയല്ല, നമ്മൾ ചെറുപ്പത്തിലെ ശ്രദ്ധിച്ച ഇവന് ഇതൊന്നും വേണ്ട, എല്ലാം പക്കായിട്ട് പോകും. വാപ്പായുമായി ശരിക്കും ദ്വാരക്കണം. എന്റെ മക്കളെ നീ സ്വാലിഹാക്കി താ അല്ലാ എന്ന ഗർഭിണിയായ ഓരോ ഉമ്മയും ദുആ ചെയ്യണേ. അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ഇറക്കേണ്ട സമയമാണ്. ലഇന്നാതൈതനാ സ്വാലിഹാ ലനകൂനന്ന മിനശ് ശാകിരീൻ. ഈ പൊന്നുമോനെ സ്വാലിഹാക്കി നൽകിയാൽ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായി തീരും അല്ലാ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് നിലകൊള്ളേണ്ട സമയമാണ്. ഇനി ഗർഭം നടക്കാൻ പോവാൻ അല്ലാഹ്. അപ്പൊ ആ സമയത്ത് എന്ത് വേണം? ആയത്തുൽ കുർസി ഓതണം. ആരോദണം? പ്രസവിക്കാൻ പോകുന്ന പെണ്ണോദണം. കാരണം പ്രസവത്തോടു കൂടിയേ അശുദ്ധിയാവുകയുള്ളൂ. പ്രസവത്തിനോട് മുമ്പ് ഖുർആൻ ഓതാൻ പറ്റും. മനസ്സിലാകുന്നില്ല? പ്രസവത്തോടു കൂടിയാണ് എന്ത്? പ്രസവ രക്തം വരിക. അത് പുറപ്പെട്ടു ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആയത്തുകൾ നിർത്തുക, പിന്നെ ദിക്റാക്കാം. അതുവരെ ആയത്തുൽ കുർസി ഓതുക. അതിന്റെ ആ സമയം എടുക്കുന്ന സമയത്തൊക്കെ ആയത്തുൽ കുർസി ഓതുക. സൂറത്തുൽ ഇൻശിഖാഖ് ഓതുക. ഇൻശിഖാഖ്
ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ് സമാഉ ശഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത്. ഈ 5 ആയത്ത് മനസ്സിലായില്ലേ? സൂറത്തുൽ ഇൻശിഖാഖിലെ ആദ്യ 5 ആയത്ത് അത് ഓതുക. അത് ഭർത്താവ് മോദ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്ത് മറിയം സൂറത്ത് പാരായണം ചെയ്യുക, അത് വലിയ ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. ലമ്മാ തനത് വിലാദതുഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രസവം അടുത്തതാകുന്ന സന്ദർഭത്തിൽ വിളിച്ചിട്ട് പറയുകയാണ്, പൊന്നുമോളെ നീ സൂറത്തുൽ ഫാത്തിഹ ഓതണേ, ആയത്തുൽ കുർസി ഓതണേ, ആമന റസൂലു എന്നുള്ള ആയത്ത് അഥവാ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് നീ ഓതണേ, സൂറത്തുൽ ഫലഖും നാസും നീ ഓതണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഈ സൂറത്തുകളൊക്കെ ഓതാൻ, ഈ സൂറത്തുകളൊക്കെ ഓതുക. ആയത്തുൽ കുർസി, ഫാത്തിഹ സൂറത്ത്, ആമന റസൂലു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ സൂക്തങ്ങളൊക്കെ ഓതുക. അപ്പോ ഇതൊന്നും മിക്കവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ഇപ്പൊ വേണം പഠിക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഈ ഓഡിറ്റോറിയം തന്നെ സാക്ഷിയാകട്ടെ, ഇതെല്ലാം പഠിച്ചതിന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ഓതുക. ഇത് ഭർത്താവ് അവിടെ എവിടെയും കറങ്ങി അടിച്ച് നടക്കുകയാണ്, ബാങ്ക് വിളിക്കാനുള്ള മോദിനെ തപ്പി നടക്കുകയാണ്. ഏയ്, നീ തന്നെ ബാങ്ക് വിളിച്ചാൽ പോരെ, നീ നിന്നെ നാട്ടുകാരെ വിളിച്ചോണ്ട് വരുന്നത്, ആരെയും വിളിക്കണ്ട, അവിടെ തന്നെ നിൽക്കും. ഇതൊക്കെ പഠിക്കണ്ടേ? ബാങ്ക് ഇക്കാമത്ത് പോലും കറക്റ്റായിട്ട് കൊടുക്കാനറിയാത്ത ആളുകളായി നമ്മുടെ കൗമിൽ പല ആളുകളും മാറി അല്ലേ? പെരുന്നാളിന്റെ ലീവിന് ഉസ്താദുമാര് പോയി, അവിടെ ഒന്ന് മോദിന് പകരമായിട്ടൊന്ന് ബാങ്ക് വിളിക്കാൻ പറഞ്ഞ ആര് ബാങ്ക് വിളിക്കാറിയോ? വളരെ അപൂർവം ചില ആളുകൾക്ക് ബാങ്ക് വിളിക്കുള്ളൂ. ബാക്കി ചില ആളുകൾ കുലിയായുൽ കാഫിറൂൻ ഓതിയാലെയാണ്, തീരുന്നില്ല, വീണ്ടും വീണ്ടും ഇത് തന്നെ വരുവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വീണ്ടും ഇതുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വീണ്ടും റൊട്ടേറ്റ് ചെയ്തിരിക്കുക. മുമ്പൊരാൾ കുലിയായുൽ കാഫിറൂൻ ഓതിയിട്ട് തീരുന്നില്ല എന്നതുപോലെ തന്നെ ആയി മാറി 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 വീണ്ടും ഇത് തന്നെ. ബാങ്ക് ഇക്കാമത്തൊക്കെ നല്ലതുപോലെ പഠിക്കണം. എന്തിനാ അത്? പ്രസവം കഴിഞ്ഞാൽ ഉടനെ ആദ്യം കുട്ടിയുടെ കാതിലേക്ക് എന്താ കേൾപ്പിക്കേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആദ്യം കുട്ടിയുടെ കാതിലേക്ക് അത് കേൾപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പ്രസവിച്ചതാകുന്ന പെണ്ണ്, അവൾക്ക് നല്ല താക്കത്തുണ്ട്, പ്രസവമൊക്കെ വളരെ റാഹത്താണ്. സാധാരണ രീതിയിൽ ഉമ്മമാർക്ക് അത് ചിലർക്കത് പ്രശ്നമേ അല്ല. 3-4 ഒക്കെ പ്രസവിച്ചവർക്ക് അതൊരു വിഷയമല്ല എങ്കിൽ അവർക്ക് അശുദ്ധിയാണെങ്കിലും അല്ലാഹു അക്ബർ എന്തെങ്കിലും പറയാം, പ്രശ്നമില്ല. അപ്പൊ ആ കുട്ടിയും കൊണ്ടുവരാൻ പറയാ, കാതിൽ ചെറുതായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞേക്കാം. ബുദ്ധിമുട്ടില്ല എങ്കിൽ, പ്രശ്നമാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടില്ല എങ്കിൽ അത് അപ്പോൾ തന്നെ കേൾപ്പിക്കുക. കാരണം എന്തുകൊണ്ട്? 15 മിനിറ്റെങ്കിലും കുറഞ്ഞതെടുക്കും കുട്ടിയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് റെഡിയാക്കി തുണിയിൽ പൊതിഞ്ഞ് വെളിയിൽ കൊണ്ടുവരുമ്പോ. അപ്പോ വേറെ കുറെ ഒച്ചപ്പാടും ബഹളങ്ങളും കുട്ടി കേട്ടിട്ടുണ്ടാവും. ആദ്യം ഏത് കേൾപ്പിക്കട്ടെ? അല്ലാഹു അക്ബർ എന്ന വാക്ക് കേൾപ്പിക്കട്ടെ. അതിനുവേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. ആദ്യം തന്നെ ബാങ്ക് കൊടുക്കുന്നു. വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മുടെ മക്കള് സാലിഹാകാനുള്ള വഴികൾ പറഞ്ഞു തരാൻ, വിവാഹം മുതൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരാൻ. വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. എന്നിട്ട് ഒരു ആയത്ത് കൂടി ഓതണം. ഏതാണത്? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ്. പ്രസവിച്ചപ്പോൾ മറിയം എന്ന് പേര് വെച്ചിട്ടവർ ദുആ ചെയ്തു, അല്ലാഹ് വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഇവളെയും ഇവരുടേതാകുന്ന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്, ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. മറിയം ബീവിയുടെ ഉമ്മ മറിയം ബീവിയെ കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് ചെയ്ത പ്രാർത്ഥനയാണ്,
ഈ പ്രാർത്ഥന കൂടി നിന്റെ കുട്ടിയുടെ കാതിലേക്ക് നൽകണേയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിന്? കുട്ടിയെ പിശാചിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം ഉണ്ടാവാൻ അത് ഉപകരിക്കും. ഈ ആയത്ത് പഠിച്ചു വെക്കണം. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹ്, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടിക്ക് നല്ലത് തൊട്ടുകൊടുക്കുക. എന്താ തൊട്ടുകൊടുക്കേണ്ടത്? നല്ല ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക ചവച്ച് അരച്ച് സ്വാലിഹായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ഉമ്മ അവരുടേതാകുന്ന ഉമിനീരിനോട് കലർത്തി നല്ലതുപോലെ ചവച്ച് അരച്ചതിന് ശേഷം അതിങ്ങനെ സ്വല്പം എടുത്തിട്ട് എന്ത് ചെയ്യുക? കുട്ടിയുടെ നാവിൽ വെച്ചു കൊടുക്കുക. യഥാർത്ഥ ശക്തിമത്തായ സുന്നത്ത് കാരക്ക അല്ലെങ്കിൽ എന്താണ്? ഈത്തപ്പഴം. എല്ലാവരും തേനും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. തേനെടുത്തിട്ട് ഇങ്ങനെ തേനിനകത്ത് മുക്കിയിട്ട് തൊട്ടുകൊടുക്കുന്നത് തൊട്ടുകൊടുക്കലല്ല. അതല്ല തൊട്ടുകൊടുക്കൽ. അത് പഠിച്ചു വെക്കണം ആദ്യം. ഇവിടെ തൊട്ടുകൊടുക്കലുണ്ട് ഉദ്ദേശം എന്താണ്? ഈ ചെയ്യുന്ന വ്യക്തിയുടെ വായിൽ കിടക്കുന്ന ഉമിനീരുമായിട്ട് കലരണം. ഇവൻ ഖുർആൻ ഓതുന്ന, ദിക്ർ ചെല്ലുന്ന, അള്ളാഹുവിനെ സ്മരിച്ച് നിലകൊള്ളുന്ന സ്വാലിഹായ വ്യക്തിയായിരിക്കണം. കഞ്ചാവ് അടിച്ച് കിറങ്ങിയിട്ട് വാതിക്ക വന്നിരിക്കുന്നവന്റെ ചുണ്ട വെച്ചു കൊടുത്ത തീർന്ന് MDMA ഏറ്റവും വലിയ കച്ചവടക്കാരനായി മാറും. അള്ളാഹു ആക്കട്ടെ. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നവും കച്ചവടം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്താ കാര്യം? വാപ്പ പണ്ട് തൊട്ടുകൊടുത്തേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഒരു ഈത്തപ്പഴം എടുത്ത് വായിൽ വെച്ച് ചവച്ച് അരച്ച് ഉമിനീരുമായിട്ട് നല്ലതുപോലെ കലർത്തണം. കാരണം എന്താ? ജനിച്ച ഒരു കുട്ടിയാണ്. ചുമ്മാ ഒരു ഈത്തപ്പഴം വായിലിട്ടിട്ട് 2 ചവയും ചവച്ച് വായിലോട്ടിട്ട് വാ അടച്ചു പിടിച്ചിട്ട് വിസ്മില്ല, മയ്യത്ത് കരിക്കാൻ വേഗം തന്നെ ഒഴിയിക്കും. അള്ളാഹു ആക്കട്ടെ. ഉസ്താദ് പറഞ്ഞ ഈത്തപ്പഴം ഇട്ട് വായ അടച്ചു പിടിച്ചോളെ. നമ്മുടെ കുരുതിക്ക് കൊടുക്കരുത്. ഞാനതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. എന്ത് ചെയ്യുന്നു? നല്ലതുപോലെ ചവച്ചരച്ച് ഉമിനീര് പരുവത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നിന്റെ മുസബിയ വിരലുകൊണ്ട് പതുക്കെ വായിൽ നിന്ന് അല്പം എടുത്ത് ആ കുട്ടിയുടെ ചുണ്ടിലേക്ക് തേച്ചു കൊടുക്കണം. ഇത് മിക്കവരും ചെയ്യുന്ന എന്താ? തേന്റെ ഒരു അടപ്പായിട്ട് പോവുക, എന്നിട്ട് അതിനോട്ട് വിരലും കൊണ്ട് മുക്കിയിട്ട് യാ അല്ലാഹ് ഒരു വരച്ചു കൊടുക്കും. അതല്ല തൊട്ട് കൊടുക്കൽ. ഒക്കെ പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ ആദ്യം വരെ തുടങ്ങാനിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ സാന്നിധ്യം ഉൾപ്പെടുത്തട്ടെ. അപ്പൊ നല്ല മനുഷ്യനായിരിക്കണം. ഈ തൊട്ടുകൊടുക്കുന്ന വ്യക്തി നല്ല മനുഷ്യനാണ്. എങ്കിൽ ആ സ്വഭാവ ഗുണം ആരിലുണ്ടാകും? ഈ കുട്ടിയിലുണ്ടാകും. ഇത് വാതിക്കയിൽ ഒച്ചമ്പേളം ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ ഫനായും ഫസാദും പറയുന്ന വല്ലുമ്മാടെ ചുണ്ടിലിട്ടിട്ട് കറ പിടിച്ചതാകുന്ന സാധനങ്ങളാണ് ഉള്ളത് മുഴുവനും. അതെല്ലാം കൂടെ ഇട്ടിട്ട് ചുണ്ട് തേച്ചു കൊടുത്ത അല്ലാഹ് കുട്ടി എങ്ങനെ സാലിഹാവും? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ വേറെ ഒന്നുമില്ല. അമലുകളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. പിന്നെ കുട്ടി ജനിച്ചിട്ട് അതിന്റെ 7ന്റെ അന്നാണ് മുടികളയൽ അഖീഖയുടെ അറിവുള്ളത്. അല്ലാഹ് അവിടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണേ. കുട്ടി ജനിച്ചിട്ട് 7ന്റെ അന്നാണ് എന്ത് കളയേണ്ടത്? തലമുടി പരിപൂർണമായി മുണ്ഡനം ചെയ്യേണ്ടത് കുട്ടിയുടെ. ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാ. നമ്മുടെ മക്കള് സാലിഹാകണമെങ്കിൽ നമ്മൾ കുറെ കടമകൾ അങ്ങോട്ട് പൂർത്തീകരിക്കണം. എങ്കിലേ മക്കൾ ഇങ്ങോട്ട് തിരിച്ച് കടമകൾ പൂർത്തീകരിച്ചു വരുള്ളൂ. അതിൽ പെട്ടതാണ് ഇതൊക്കെ. അപ്പൊ ഒരു കുട്ടി ജനിച്ചു. 7 വരുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലൊരു സമയമുണ്ട്. ആ സമയം നിങ്ങളുടെ രക്തം പുറപ്പെട്ടാൽ ആ രക്തം നിൽക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹദീസുള്ളതാണ്. അതുകൊണ്ടാണ് മുമ്പ് കാലങ്ങളിൽ ബാർബർ ഷോപ്പൊക്കെ ചൊവ്വാഴ്ച അവധിയായിരുന്നു. ആണോ അല്ലേ? ഇപ്പൊ വീണ്ടും എന്തായിട്ടുണ്ട്? ഞായറാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ മുമ്പ് ഈ ഒരു ഹദീസ് വെച്ചിട്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസം ഒരു സമയം. മാത്രമല്ല എല്ലാ ദിവസവും ഉച്ച സമയത്ത് അങ്ങനെ തന്നെയാണ്. ബ്ലീഡിങ് ഉണ്ടായാൽ നിൽക്കൂല. ചൊവ്വാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കും. ബാർബർ ഷോപ്പൊക്കെ അന്ന് അവധിയായിരുന്നു മുമ്പ് കാലങ്ങളിൽ. നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് മുൻഗാമികളാകുന്ന സ്വാലിഹീങ്ങൾ പ്രത്യേകം ശ്രദ്ധ വെച്ചിരുന്നു. മാത്രമല്ല നമ്മൾ താടി രോമങ്ങളും നമ്മുടേതാകുന്ന കക്ഷവും ഗുഹിരോമവും ഒക്കെ നീക്കുന്നതിന് തിങ്കൾ, വ്യാഴം, വെള്ളി ഈ 3 ദിവസങ്ങളാണ് ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ ദിവസങ്ങൾ. ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരു കുട്ടി ജനിച്ച് അതിന്റെ 7 വരുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസം മുടി കളയാൻ പറ്റുമോ? മുടി കളയാൻ പ്രശ്നമല്ല. പണ്ഡിതന്മാർ പറയുന്നു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കുട്ടി ജനിച്ച് 7ന്റെ അന്ന് മുടികളച്ചിൽ നടത്തണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. അത് ചൊവ്വാഴ്ച ആണെങ്കിലും കുട്ടിയുടെ വിഷയത്തിൽ ഇളവാണ്. അന്ന് തന്നെ ചെയ്യണം. അപ്പൊ അന്ന് രാവിലെ തന്നെയാണ് അഖീഖയുടെ അറവ് നടത്തുന്നത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ മുടികളച്ചിൽ നടത്തുന്നത്. അന്ന് തന്നെയാണ് പേരുമിടാൻ പോകുന്നത്. അല്ലാഹ്
അപ്പൊ അന്ന് നേരം വെളുത്ത് 7 ദിവസം വരെയുണ്ട് പേര് വിളിക്കാൻ. 3 ദിവസം ആകുമ്പോഴേ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോഴേ പേര് കൊടുത്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ പേര് നേരത്തെ തന്നെ ഗർഭം ആകപ്പോഴേ തന്നെ പേര് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ പേര്. നല്ല പേരിടണം, നിർബന്ധമാണ്. നല്ല പേരിടണം. ഒരർത്ഥമില്ലാത്ത പേര് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല. ഇരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ പേരിന്റെ അർത്ഥം അറബിയിൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലഭിനെന്തിനാണ് പാപ്പാടെ പേരിന്റെ 2 അക്ഷരം ഉമ്മാടെ പേരിന്റെ 1 അക്ഷരം കൂടി ചേർത്ത് വെച്ചിട്ട് പേരിടാൻ? എങ്ങനെയെങ്കിലും പേര് ഒപ്പിക്കാൻ. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണത്. പാപ്പാടെ പേര് മൂസ എന്നും ഉമ്മാടെ പേര് സനൂജ എന്നും പേരിട്ടപ്പോ സമൂസ എന്നാണ്. അതാ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സനൂജയുടെ സായു എടുത്ത് മറ്റേ മൂസാടെ അടുത്ത് ഫുൾ അക്ഷരം എടുത്ത് മൂസായും സായു കൂടെ കൂട്ടി സമൂസ. അങ്ങനെ ഇപ്പൊ പേരിടുന്നത്. ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 2 അക്ഷരം അവിടുന്ന്, 1 അക്ഷരം ഇവിടുന്ന്, 2 അക്ഷരം അവിടുന്ന് 3 അക്ഷരം. ഇങ്ങനെയാണ് ഇപ്പൊ പേരിടുന്നത്. ഒരു ബന്ധവുമില്ല, ദീനായിട്ട് യാതൊരു ബന്ധവുമില്ല. ആര് ചോദിക്കുന്നുമില്ല, മസല പഠിക്കുന്നുമില്ല. വളരെ ഗൗരവ വിഷയമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബി അസ്മാഇകും വ ബി അസ്മാഇ ആബായികും ഫഅഹ്സിനൂ അസ്മാഅകും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർച്ചയായും നിങ്ങളെ വിളിക്കപ്പെടുന്നത് നിങ്ങളുടേതാകുന്ന പേരും നിങ്ങളുടെ ഉപ്പയുടെ പേരും ചേർത്തുകൊണ്ടാണ് നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കപ്പെടുക. അതുകൊണ്ട് വിചാരണയുടെ ദിവസം വശലാകാതിരിക്കാൻ ജനങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സിൽ, ഇന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലല്ലോ നാളെ മഹ്ശറ എന്ന് പറയുന്നത്. ഈ നാട്ടിലുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളും മനുഷ്യരും മുഅ്മിനീങ്ങളും അവിശ്വാസികളും എല്ലാവരും അടക്കം കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ജനകോടികളും മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിൽക്കുന്ന മഹ്ശറ, അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെയും നിന്റെ ഉപ്പയുടെയും പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഫഅഹ്സിനൂ അസ്മാഅകും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ നന്നാക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആലിമീങ്ങളോട്, ദീനിന്റെ അഹ്ലുകാരോട് ചോദിക്കണേ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് വ്യക്തമായി തിരിച്ചറിയാതെ മക്കൾക്ക് പേര് വെക്കരുതേ, പേര് വെക്കരുതേ. കാരണം ആഖിറത്തിൽ വശലാകുന്ന സംഗതിയാണ്. കാരണം ഈ കുട്ടിയുടെ പേരും വാപ്പയുടെ പേരും ചേർത്തുകൊണ്ടാണ് മഹ്ശറയിൽ വിളിക്കപ്പെടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം. രാവിലെ 7 രാവിലെ കുളിച്ച് റെഡിയായി വന്ന് കുട്ടിയെ കുളിപ്പിച്ചിട്ട് ആദ്യത്തെ പരിപാടി കുട്ടിക്ക് പേര് വിളിക്കലാണ്. വിളിക്കുന്ന പേര് വിളിക്കുന്ന അതിന് 3-ന്റെ അന്ന് പേര് വിളിച്ചിട്ടുണ്ടാകും. പേര് നീ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും വിഷയമല്ല. പേര് വിളിക്കാൻ ഒരു ദിവസമുണ്ട്. അത് 7-ന്റെ അന്നാണ്. അന്ന് പേര് വിളിക്കാം. മുഹമ്മദ് എന്നാണെങ്കിൽ എന്റെ മോനെ ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുകയാണ്. എല്ലാവരും നിൽക്കാൻ മുഹമ്മദ് പേര് മുഹമ്മദേ മുഹമ്മദേ മുഹമ്മദേ. കഴിഞ്ഞു, പേര് വെക്കല് കഴിഞ്ഞു. 2 പ്രാവശ്യം വിളിച്ചേക്കാം. ഇവൻ ഇതാണ് പേര് വെച്ചതെന്ന് പരസ്യപ്പെടുത്തുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി കുട്ടിയുടേതാകുന്ന പേരിലുള്ള അറവ് നടത്തലാണ്. അഖീഖയുടെ അറവ് നടത്തലാണ്. മൃഗത്തിന്റെ അടുത്തേക്ക് പോവാ. പെൺകുട്ടിയാണ് എങ്കിൽ 1 ആട് അറക്കൽ സുന്നത്താണ് ഷാഫി മദ്ഹബ് പ്രകാരം. ഷാഫി മദ്ഹബാണ് നമ്മൾ ഇത് പറയുന്നത്, ശ്രദ്ധിക്കണേ. ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ 2 ആട് അറുത്തു കൊടുക്കൽ സുന്നത്താണ്. ഇതൊക്കെ ചെയ്യണം, മക്കളോടുള്ള കടമ. അല്ല വല്ലവന്റെ ആട്ടിറച്ചി മാത്രം കഴിച്ച് റാഹത്തായിട്ട് കൊള്ളായിരുന്നടാ എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. സ്വന്തം മക്കളുടെ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അഖീഖയുടെ അറവ് കുട്ടികളുടെ മേൽ മാതാപിതാക്കൾ നടത്തേണ്ടതാകുന്ന അതിശക്തമായ സുന്നത്തായ അറവാണിത്. നിർബന്ധമല്ല, സുന്നത്തായ അറവാണ്. കഴിവുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. 2 ആട്, 1 ആട് പെണ്ണാണ് എങ്കിൽ, ജനിച്ച കുട്ടി പെണ്ണാണ് എങ്കിൽ, ഇനി ഒരു പോത്തിനെ തന്നെ ഒരാൾ ഇറക്കാണ്. നമ്മൾ ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന പോലെ അൽഹംദുലില്ലാഹ് റാഹത്താണ്. പക്ഷെ ഈ മാടായാലും മാട് വർഗത്തിൽപ്പെട്ടത്, അഥവാ ഈ പറഞ്ഞ പശു, എരുമ, പൂത്ത ഇതൊക്കെ അറിയാലോ, ആ മാട് വർഗത്തിലുള്ള സാധനങ്ങളായിരുന്നാലും ആടായിരുന്നാലും നമ്മുടെ നാട്ടിലുള്ളതാകുന്ന വസ്തുക്കൾക്കൊക്കെ എത്ര വയസ്സ് വേണം? 2 വയസ്സ് വേണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉദ്ഹിയ്യത്തിന്റെ നിബന്ധനകൾ മേളിച്ചിട്ടുള്ള അതേ നിബന്ധനകൾ തന്നെ അഖീഖയുടെ മൃഗത്തിനും ബാധകമാണെന്നർത്ഥം. വാല് മുറിഞ്ഞത്, അത് മുറിഞ്ഞത്, കേടുപാട് സംഭവിച്ചത്, മുടന്തുള്ളത്, ഒടിവുള്ളത്, ചതവുള്ളത്, അതൊന്നും പാടില്ല. കോങ്കങ്ങളുള്ളത് ഒന്നും പറ്റൂല. നല്ല പക്കായിരിക്കണം.
മനസ്സിലായില്ല? ഉദഹിയത്തിന്റെ നിബന്ധനക്ക് പറയുന്നത് പോലത്തെ നല്ല മൃഗമായിരിക്കണം. കാരണം ഇത് ആർക്ക് വേണ്ടി ഇറക്കുന്നതാ? മോൾക്ക് വേണ്ടിയല്ല, മോന് വേണ്ടി ഇറക്കുന്നതാ. പിന്നെ ചിലർക്ക് സംശയമുള്ളത് ഈ അഖീഖയുടെ അറവിൽ ഷെയർ ചേരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഷെയർ ചേരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അനിയന്റെ കുട്ടിക്ക് അറുത്തിട്ടില്ല, അപ്പൊ അവനോട് വിളിച്ചു ചോദിക്കടാ, എന്റെ കുട്ടിക്ക് അറുത്തിട്ടില്ലല്ലോ, എന്നാ എന്റെ ഇറക്കാൻ ഇൻഷാല്ലാഹ് നിയ്യത്ത് വെക്കുന്നുണ്ട്, അതിന്റെ കൂടെ നീ കൂടെ ചേർന്നോ, ഷെയർ ചേർന്നോ. അപ്പൊ ഒരു 50,000 രൂപയുടെ ഇത് വാങ്ങാൻ അവനൊരു 10,000 രൂപ ഇട്ടു, നിങ്ങളൊരു 10,000 ഇട്ടു. പിന്നെ 1-2 പേരെ കൂടെ വേറെ കൂട്ടുകാരത്തിനെ പിടിക്കുക, പറ്റുമെങ്കിൽ അങ്ങനെ സാധിക്കുക. ഇനി അവരൊന്നും ഇല്ല, നീയും നിന്റെ അനിയനും കൂടി ഷെയർ ചേർന്ന് 25,000 ഇട്ടിട്ട് ഇറക്കാനോ, ആയിക്കോട്ടെ. 7 പേരിൽ കൂടാൻ പാടില്ല. ഉദ്ഹിയത്തിന്റെ പോലെ തന്നെ 7 പേരിൽ കുറയാം, 7 പേര് ആയിട്ട് ഷെയർ ചെയ്യാം, എങ്ങനെയാണെങ്കിലും പറ്റും. പലരുടെയും കുട്ടികൾ അറക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്താൽ മതി. ഓരോരുത്തരും എന്റെ കുട്ടിയുടെ പേരുള്ള സുന്നത്തായ അഖീഖയെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അറവിന് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം, അറക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം. ചിലയിടത്തൊരു പരിപാടിയുണ്ട്, മൃഗത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ കത്തിവെക്കും, അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിലും കത്തിവെക്കും. എന്നിട്ട് റെഡിയായോ, ഓക്കെ അവിടെ പഠിക്കുമ്പോ ഇവിടെ കത്തിമുറിക്കും. അതൊന്നും ഇസ്ലാമികമല്ല, അതൊക്കെ അനിസ്ലാമികപരമായ പരിപാടിയാണ്. ആദ്യം അറവ് നടക്കട്ടെ, അതിനു മുമ്പ് പേരിടൽ. പേര് കഴിഞ്ഞു, കുട്ടിയുടെ അറവ് നടക്കുന്നു. എന്റെ മകൻ ഇന്ന വ്യക്തിയുടെ സുന്നത്തായ അഖീഖയെ ഞാൻ വീട്ടുന്നു എന്ന് വാപ്പ നിയ്യത്ത് ചെയ്ത് കരുതുന്നു. അറവ് നടക്കുന്നു. ആ മൃഗത്തെ വളരെ ഉദഹിയത്തിന്റെ മൃഗം പോലെ തന്നെ ബഹുമാനിച്ച് ആദരിച്ച് വൃത്തിയായി തന്നെ ഇറക്കണം. അതിന്റെ എല്ലുകൾ വളരെ സൂക്ഷിക്കണം, ഒടിയാൻ പാടില്ല. അതിനെ മറിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാ സുന്നത്തുകളും മേളിച്ച് വൃത്തിയായതിനെ അറക്കണം. പരമാവധി അതിന്റെ മാംസം ഉരിഞ്ഞ് എല്ലിൽ നിന്ന് എടുക്കണം. എല്ലുകൾ പരമാവധി ഒടിക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നു, എന്തിന്? ഈ കുട്ടിക്ക് വലുതാകുമ്പോൾ ആക്സിഡന്റുകൾ, മറ്റ് കേസുകെട്ടുകൾ ഇല്ലാതിരിക്കാൻ, ഇവന്റെ എല്ലുകൾ വലുതാകുമ്പോൾ ഒടിയാതിരിക്കാൻ ഈ മൃഗത്തിന്റെ എല്ലുകൾ പരമാവധി ഒടിക്കാതെ തന്നെ എന്ത് ചെയ്യണം? മാംസം ഊർന്ന് തന്നെ എടുക്കണം. എന്ന് മാത്രമല്ല, ഉദ്ഹിയത്തിൻ്റെതാകുന്ന മസലയാണ് എങ്കിൽ അതിന്റെ ഇറച്ചി പച്ചയായിട്ട് കൊടുക്കലാണ് നല്ലത്. അഖീഖയുടെ മാംസം വീട്ടിൽ തന്നെ കറി വെച്ചിട്ട് ആ കറിയായിട്ട് കൊടുക്കലാണ് സുന്നത്ത്. ഇതൊക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ മതി കേട്ടോ. കേട്ടിട്ട് നിങ്ങൾ അല്ലാഹു അടച്ചോനെ നമ്മുടെയൊക്കെ അഖീഖ പോയല്ലോ, അങ്ങനെ ഒന്നും കരുതണ്ട. മാംസമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ കൊടുക്കുക. കറി വെക്കാൻ പറ്റുമെങ്കിൽ മാഷാ അല്ലാഹ് കറി വെച്ച് കൊടുക്കുക, അതിന് വലിയ ഖൈറാണ്. കറി വെക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യുക? ഒരല്പം മധുരം കൂടി ചേർക്കുക. ഒരു കുടം കൊണ്ടുവന്ന് തേൻ കൊണ്ടൊഴിക്കാനല്ല, അല്ലെങ്കിൽ 5 കിലോ പഞ്ചസാര കൊണ്ടുവന്ന് കറി ഹറാമാക്കാനല്ല, മറിച്ചെന്താ? ഒരല്പം മധുരം, അത് ഒരു ഇത്തി തേന് അല്ലെങ്കിൽ ഒരു ഞുള്ള് പഞ്ചസാര അതിലിടുക. എന്തിന്? ഒരു ശുഭലക്ഷണത്തിന് വേണ്ടി. ഇതൊക്കെ ഷാഫി മദ്ഹബിൽ പണ്ഡിതന്മാര് പ്രബലമായി പറഞ്ഞ കാര്യമാണ്. കാരണം തന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഒരല്പം മധുരം അതിൽ ചേർക്കുക. കറി മധുരിക്കാൻ വേണ്ടിയിട്ടല്ല, കറി എരിവായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയിക്കോട്ടെ, പക്ഷെ ഒരല്പം മധുരം അതിലിടുക. ഇതൊക്കെ ഇതിനെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. ഏതുമായിക്കോട്ടെ, അറവ് കഴിഞ്ഞു റാഹത്തായ നിലയിൽ അതിനുശേഷം കുട്ടിയുടേതാകുന്ന മുടി കളച്ചിൽ നടത്തുക. മുടി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലതുഭാഗത്ത് തുടങ്ങണം. നമ്മൾ എപ്പം മുടി വെട്ടിയാലും താടി ശരിയാക്കാൻ പോയാലും എവിടുന്ന് തുടങ്ങണം? ബാർബർ ഷോപ്പിൽ ചെന്നാൽ അവനോട് പറയണം, ഭായി ഇതറാവോ, ഇതരസേ കാം കരോ എന്ന് അവരോട് പറയണം. കാരണം എല്ലാം ബംഗാളികളാണല്ലോ, അമ്മമാരോട് പറഞ്ഞു കൊടുക്കണം. വലത്തെ സൈഡിൽ നിന്ന് തുടങ്ങണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലതുഭാഗത്തും തുടങ്ങണം. അങ്ങനെ കുട്ടിയുടെ മുടി പരിപൂർണമായി വടിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്. വടിച്ചെടുത്ത ഉടനെ തന്നെ ഒരു പേപ്പറിലധികം വാങ്ങണം. എന്തിനാ അത് നേരെ കൊണ്ടുപോയി സ്വർണം തൂക്കുന്ന അല്ലെങ്കിൽ വെള്ളി തൂക്കുന്ന ത്രാസിൽ വെച്ചിട്ട് അത് തൂക്കി നോക്കണം, എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കണം. കുറഞ്ഞ മുടിയേ ഉണ്ടാവുള്ളൂ, 7 ദിവസമായിട്ടുള്ളൂ അല്ലേ? ആ കുറഞ്ഞ മുടി തൂക്കി നോക്കണം. എന്തിനാ അതീ നോക്കുന്നത്? ഇറച്ചി തൂക്കുന്ന നേരത്തെ അപ്പുറത്ത് അക്കീക്ക തൂക്കിയ സാധനമുണ്ട്, അതിലോട്ട് തൂക്കിയ അങ്ങോട്ട് തൂങ്ങുള്ളൂ. ഇതൊന്നും കിട്ടത്തില്ല, കിലോ ഒന്നും കാണൂല. സ്വർണമോ വെള്ളിയോ തൂക്കുന്നതിൽ തൂക്കിയ കറക്റ്റ് ഗ്രാം കിട്ടും. തൂക്കിയതിന് ശേഷം 3 ഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാമോ എത്രയാണ് വരുന്നത്, അതിന് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ കൊടുക്കണം. ആ തൂക്കത്തിന്റെ അളവിൻ പ്രകാരം. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോഴേ ഇതൊക്കെ കേൾക്കുന്നത്, ഇതൊക്കെ ഉണ്ട് മസലേ. ഇതൊക്കെ ചെയ്യലുള്ളതാണ്. ഇതൊക്കെ മഹാന്മാര് ചെയ്തിട്ടുകൊണ്ട് ചെയ്തവർക്ക് അതിന്റെ പുണ്യവും ലഭിച്ചിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നറിയാം? ആ മുടിയും കൂടെ വലിച്ചിട്ട് പുറത്തോട്ട് കളയുക. എങ്ങോട്ടാ കളയുന്നത്? കുഴിച്ചിടണമെന്ന് ഒന്നും അറിയാമല്ലേ, എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? ഇത് വേഗം തന്നെ തൂക്കി നോക്കിയതിന് ശേഷം പിന്നെ അത് കുഴിച്ചിടണം, പിന്നെ അത് മാലിന്യാണ്, അത് മാറ്റണം. മുടിയും നഖമൊക്കെ അങ്ങനെയാണല്ലോ, പരിപൂർണമായി ഒഴിവാക്കണം. അങ്ങനെയാ വേണ്ടത്. അത് ചിലര് പല്ല് പറിച്ചെടുത്ത പെരയുടെ മുകളിൽ എറിയും, നഖം മുറിച്ചെടുത്ത് അങ്ങോട്ട് എറിയും. അതൊന്നുമല്ല, കുഴിച്ച് തന്നെ ഇടണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്.
ഓടയിലോ മറ്റുള്ള ഒരു സ്ഥലത്തൊന്നും ഒരിക്കലും ഇടാൻ പാടില്ല. സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മുടിയിരുന്ന് പിരിഞ്ഞതും മുടി ചീകുമ്പോഴും ഈഴുമ്പോഴും ഒക്കെ കിട്ടുന്നതൊക്കെ കുഴിച്ച് തന്നെ ഇടണം. അതാണ് വിശുദ്ധ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. ഷാഫി മദ്ഹബാണ് നമ്മൾ ഈ പറയുന്നത്. അയിമ്മത്തുകൾ പറഞ്ഞത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്, വേറെ ഒന്നുമല്ല. നമ്മളത് ചെയ്താൽ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സ്വർണമോ വെള്ളിയോ കൊടുത്ത് നമ്മൾ ആ കാര്യം നിർവഹിക്കണം. അതിന് സാധിക്കാത്തവരുണ്ട് എങ്കിൽ പ്രശ്നമല്ല. ഒരാൾക്ക് ഇതിനെ സാധിക്കില്ല, സ്വർണമോ വെള്ളിയൊന്നും കൊടുക്കുന്ന ഒരു വിഷയമല്ല. അക്കീക്കയുടെ അറിവ് നടത്തിയാൽ മതി. ഇതൊക്കെ കഴിയുന്നവർ ചെയ്താൽ മതി കേട്ടോ. ഈ സുന്നത്തായ അക്കീക്കയുടെ അറിവാണ്, അതോ നമ്മൾ ഇതുവരെ കുട്ടിക്ക് നടത്തിയിട്ടില്ലല്ലോ എന്ന് പറയും ഇന്ന് വീട്ടിൽ പോയി ഒരു ബഹളം ഉണ്ടാക്കണ്ട. കഴിയുന്നവർക്ക് ഇത് ചെയ്യൽ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ കടമകളാണ്. ഇതൊക്കെ മക്കളോടുള്ള കടമകളാണ്. ഇതെല്ലാം ശ്രദ്ധിക്കണം. മാത്രമല്ല 7 വയസ്സായപ്പോ കുട്ടിയെ ചെറുപ്പം മുതലേ നമ്മൾ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരണം. അവർക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. പ്രവാചകനോടുള്ള മഹബത്താണ്. നമുക്കൊരു നബിയുണ്ട്. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി എന്നാണെന്നും മക്കയിൽ ജനിച്ചു എന്നും മദീനയിൽ വഫാത്തായി എന്നും അവിടെ തന്നെയാണ് ഖബർ എന്നും ആദ്യമായി മക്കളുടെ ഹൃദയത്തിൽ പഠിപ്പിക്കേണ്ടത് ഇതാണ് എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ രേഖപ്പെടുത്താണ്. ആദ്യം മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഇതാ. ആരെക്കുറിച്ച്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തരുത് വേഗം. അല്ലിമൂ ഔലാദകും സലാസത ഖിസാൽ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് ഹുബ്ബ നബിയക്കും, നിങ്ങളുടെ പ്രവാചകരോടുള്ള നിങ്ങളുടെ നബിയോടുള്ളതാകുന്ന മഹബ്ബത്താ, മുത്ത് നബിയോടുള്ള മഹബ്ബത്ത് മക്കൾക്ക് ഇട്ടുകൊടുക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഹുബ്ബ അഹ്ലി ബൈതിഹി, ആ പ്രവാചകരുടെ കുടുംബത്തോടുള്ള മഹബ്ബത്ത് മക്കൾക്ക് നൽകണേ. പ്രവാചകരുടെ കുടുംബമാർ സയ്യിദന്മാരെ കണ്ടാൽ ബീവിമാരെ കണ്ടാൽ ആദരിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണേ. വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ മക്കളെ പഠിപ്പിക്കണേ എന്നും നബിയുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. 1 നബിയോടുള്ള മഹബ്ബത്ത്, 2ാമത് നബിയുടെ കുടുംബത്തോടുള്ള ഇഷ്ടം, 3ാമത്തത് ഖുർആൻ ഓത്ത് മക്കളെ പഠിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിലേ മക്കൾ സാലിഹാവുള്ളൂ. ആദ്യം മുതൽ അതിനെ ശ്രദ്ധിക്കണം. ജനിച്ചുകൊണ്ട് വരുമ്പോഴേ നമ്മൾ സിനിമാ പാട്ടിട്ട് കൊടുക്കാൻ, മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ചോളത്ത് വെച്ച് കൊടുക്കാൻ. മൊബൈൽ ഫോൺ കൊടുത്തിട്ട് മക്കൾ അതിനെ അഡിക്റ്റാക്കി പോയി. ചെറിയ കുട്ടികൾ മൊബൈൽ തോണ്ടിയിട്ട് യൂട്യൂബ് എടുക്കുന്നത് കണ്ടിട്ട് മാതാപിതാക്കൾ വലിയ ഗരിമ വെക്കും. എന്റെ മോനെല്ലാം അറിയാം. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അവൻ അറിയാത്ത ഒന്നുമില്ല, എല്ലാം അറിയാം. അവനെല്ലാം പഠിച്ചും ചെയ്തു, എല്ലാം കാണിക്കാനും പഠിച്ചു. പിന്നെ ഈ വാപ്പ തന്നെ കുറ്റം പറയും, സാധേ എന്റെ മോൻ എപ്പോഴും ഫോണിന് അഡിക്റ്റാണ്. ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പൊന്നുമോന് ആ ഗെയിമിന് അഡിക്റ്റായി 10 വയസ്സുള്ള പൊന്നുമോൻ ഈ അടുത്താണ് തിരുവനന്തപുരം ജില്ലയില് ആത്മഹത്യ ചെയ്തത്. 10 വയസ്സേ ഉള്ളൂ. മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ചെയ്ത് അവസാനം അതിലൂടെ ഉണ്ടാകുന്ന അശ്ലീലതകൾ കണ്ടിട്ട് സ്വന്തം ഉമ്മയെ കയറിപ്പിടിച്ച ഒരു സഹോദരൻ. അവസാനം നാദിറ എന്ന് പറയുന്ന മുസ്ലിം സഹോദരി സ്വന്തം ഉമ്മ ഈ കഴിഞ്ഞ വർഷം വിഴിഞ്ഞത്തുള്ളതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ മകനെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളഞ്ഞു. 16 വയസ്സുള്ള മകനെ. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ചോദിച്ചപ്പോ ആ ഉമ്മ കൊടുത്ത മറുപടി മറ്റൊന്നുമല്ല, ഇവൻ കഴിഞ്ഞ ദിവസം കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ലഹരി നുണഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് മോശപ്പെട്ട സിനിമകൾ കണ്ട് അഡിക്റ്റായി അത്തരത്തിലുള്ള പ്രാകൃതമാകുന്ന മുറകളുമായി എന്നെ കടന്നു പിടിച്ചു. ഞാനുമായി ബന്ധപ്പെടാൻ വേണ്ടി അവൻ എന്നെ വല്ലാതെ നിർബന്ധിച്ചു. ഇനിയും അത്തരത്തിലുള്ളതാകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകുമോ എന്ന് ഭയന്നിട്ട് ഞാൻ അവനെ കഴുത്ത് നെരിച്ച് കൊന്നതാണ് എന്ന് നാദിറ എന്ന ഉമ്മ ലോകത്തോട് വെളിപ്പെടുത്താണ്. എവിടെ എത്തി സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചിന്തിക്കണേ എവിടെയാണ് എത്തിയിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം എത്രത്തോളം കൂടുതലാണ്. അതുകൊണ്ട് മുസ്ലിമത്തെ നമുക്കൊരു ചിന്ത വരണം. നമ്മുടെ മക്കള് സാലിഹാകണം, നാളെയുടെ വക്താക്കളാകണം, ദുനിയാവിന്റെ പിറകെ പോകുന്നവരാകരുത്. നമുക്ക് ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ, ഖബറാനന്തര ജീവിതമാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമെന്ന് ചിന്ത വേണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഈ അടുത്തിടെ നടന്നിട്ടുള്ളത്. പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതും കേട്ടതും എത്രയെത്രയാണ്. 21 വയസ്സുള്ളതാകുന്ന മലപ്പുറം ജില്ലയിലുള്ളതാകുന്ന കോട്ടയ്ക്കലുള്ള ഒരു സഹോദരി കോളേജിലേക്ക് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു പിടിക്കുകയാണ്. 16 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരനാണ് കടന്നു പിടിക്കുന്നത്. 21 വയസ്സുള്ളതാകുന്ന പെണ്ണിനെയാണെന്ന് ഓർക്കണം. അവന്റെ ജ്യേഷ്ഠത്തിയുടെ പ്രായമുള്ള, അവന്റെ ഇത്തയുടെ പ്രായമുള്ളതാകുന്ന ഒരു പെണ്ണിനെ കടന്നു പിടിച്ചു. ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ കുതിര മാറി ഓടാൻ പരിശ്രമിക്കുന്ന പെണ്ണിനെ വീണ്ടും കടന്നു പിടിക്കുകയാണ്. 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തെ വാഴത്തോട്ടത്തിലേക്ക് പിടിച്ച് വലിച്ചെറിഞ്ഞു ഈ 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ. എന്നിട്ട് ആ വാഴത്തോട്ടത്തിനുള്ളിലേക്ക് ഇവൻ കടന്നു ചെന്നു. അവളുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് അവളെ ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി നിലകൊണ്ടപ്പോൾ കുതിറി മാറി ഓടുകയാണ്. പെണ്ണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി ഒച്ചയുണ്ടാക്കി ബഹളം വെച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി പോലീസ് ഉദ്യോഗസ്ഥരടുക്കൽ കൊണ്ടുവന്നു. 21 വയസ്സുള്ളതാകുന്ന പൊന്നുമോളോട് ചോദിച്ചു, ആരാണ് ഇവനെ പ്രയാസപ്പെടുത്തിയത്? ആ കുട്ടിയെല്ലാം വിശദീകരിച്ചു. ഒരു പൊടിമീശക്കാരനാണ്, പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ളതായ ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ എല്ലാ ഐഡന്റിറ്റിയും പറഞ്ഞു കൊടുത്തു. അവസാനം കടകളിലെ, പരിസരത്തുള്ള വീടുകളിലെ CCTV ക്യാമറകൾ മുഴുവനും പരിശോധിച്ചു. സുബ്ഹാനല്ലാഹ്, 16 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരനെ കണ്ടെടുത്തു, കൊണ്ടുവന്നു. ഇവനാണോ എന്ന് ചോദിച്ചു. 21 വയസ്സുള്ള പൊന്നമോള് പറഞ്ഞു, ഇവൻ തന്നെയാണ്. ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി എന്നെ കടന്നാക്രമിച്ചവനാണ്. 16 വയസ്സുള്ളവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പോലീസ് പരിശോധിച്ചപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ 6 മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അവസാനം അവന്റെ ശരീരം കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ 90% ലഹരിക്ക് അടിമപ്പെട്ടവനാണ്. മാരകമാകുന്ന MDMA എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നത്തിന് അടിമപ്പെട്ട ചെറുപ്പക്കാരനാണ്. 16 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരൻ. വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, സഹോദരി ആരാണ്, പെങ്ങളേതാണ്, സ്വന്തം ചോരയിൽ പിറന്നതാകുന്ന പൊന്നുമോളേതാണെന്ന് പോലും തിരിച്ചറിയാതെ മോശപ്പെട്ട ലൈംഗിക ഇതിവൃത്തത്തിലേക്ക് പോകുന്നതായ ആധുനിക ലോകത്തതാകുന്ന യുവാക്കളില്ലയോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അതുകൊണ്ട് നമുക്കൊരു തിരിച്ചു വരവ് അനിവാര്യമാണ്. എനിക്കെന്റെ മകൻ സ്വാലിഹാകണം, എനിക്കെന്റെ പൊന്നുമോൻ സ്വാലിഹത്താകണം. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അനിവാര്യമാണ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന പൊന്നുമോനായില്ലെങ്കിൽ ഖേദകരമാണ്. കാരണം നമുക്ക് മരണത്തെ കുറിച്ച് ഭയമുള്ളവരാണ്. അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. ഒരാൾ പോലും ഈ ലോകത്ത് നിന്ന് മരിക്കാതെ നിലകൊള്ളുകയില്ല. ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോകാത്തതായ ഒരു വ്യക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. നമ്മുടെ മക്കളുടെ ഇന്നത്തെ ജീവിത ശൈലി മോശമായ രീതിയിലാണോ? ഏത് രീതിയിലാണ്? നല്ല രീതിയിലാണോ എന്ന് ഒരു വേള ചിന്തിക്കണേ. വസ്ത്രവിധാനം ശ്രദ്ധിക്കുന്ന സഹോദരിമാർ എത്ര പേരുണ്ട്? തലമറച്ചുകൊണ്ട് നടക്കുന്ന സഹോദരിമാർ എത്ര പേരുണ്ട്? മാറുമറച്ചുകൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാർ എത്ര പേരുണ്ട്? സ്വന്തം ഭർത്താവ് പ്രവാസ ലോകത്തേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് അത്താണിയിലേക്ക് എത്തിയെന്ന് വിവരം കിട്ടുമ്പോൾ തന്നെ ഭർത്താവ് ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറേണ്ടതില്ല, വീട്ടിൽ നിന്ന് അത്താണി വരെ എത്തിയുള്ളൂ എന്ന് ഭർത്താവ് വിളിച്ചു പറയുമ്പോൾ തന്നെ കാമുകനുമായി സൊള്ളുന്ന സഹോദരിമാരില്ലയോ? നേരം വെളുക്കുന്നത് വരെ അവരുമായി സംസാരിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരില്ലയോ? 4ഉം 5ഉം പ്രസവിച്ചതാകുന്ന ഉമ്മപെങ്ങന്മാർ വരെ ഈ രീതിയിൽ മോശപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നിലകൊള്ളുകയല്ലയോ? നഊദു ബില്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തുള്ള മുസ്ലിം അംഗമാർക്കും മുസ്ലിമീങ്ങൾക്കും ഉപമയായി പറഞ്ഞ ഒരു സഹോദരിയുണ്ട്. 2 പേരുണ്ട്. അതിൽ ഒന്നാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹാ. പരിശുദ്ധമായ ഖുർആൻ 114 സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തു മറിയം എന്നാണ്. കാരണം ഒരു സാധാരണ പെണ്ണല്ല മറിയം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണേ.
നിസാരമല്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിസാരമായി കാണരുതേ. വല്ലാത്ത രംഗമാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ലോകത്തുള്ളതാകുന്ന മുസ്ലിം അംഗമാർക്ക്, മുസ്ലിം സഹോദര സഹോദരിമാർക്ക് മാതൃകയാണ്. അവരാരാണെന്നറിയുമോ? അഹ്സനത് ഫർജഹാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവരുടേതാകുന്ന ലൈംഗിക അവയവത്തെ, ഗുഹ്യഭാഗത്തെ പരിപൂർണമായി സൂക്ഷിച്ചവരായിരുന്നു അവർ. ഗുഹ്യഭാഗത്തെ ഹറാമിനെ തൊട്ട് സംരക്ഷിച്ചവരാണ്. അന്യരാകുന്ന പരപുരുഷന്മാരുമായി യാതൊരുവിധ ബന്ധം പുലർത്താതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയവരായിരുന്നവര് മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന് വിശുദ്ധമായ ഖുർആൻ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകർ മുഖേന പഠിപ്പിക്കുകയാണ്. നാളെ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമായി കടന്നു വരുന്ന മഹദിയാണ് മറിയം ബീവിയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹടക്കമുള്ള മഹിളകൾ. ഇവർ സാധാരണക്കാരല്ല. ആസിയ ബീവിയും മറിയം ബീവിയും ഫാത്തിമ ബീവിയും മഹദിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ഈ 4 സ്ത്രീകളാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇനി നിർത്തുകയാണ്. നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് വിഷയങ്ങളും പറയാൻ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടില്ല വിഷയം തന്നെ. കാരണം എത്ര പറഞ്ഞാലും തീരൂല. അത്രത്തോളം കടമകളും കടപ്പാടുകളും 2 കൂട്ടർക്കുമുണ്ട്. മക്കളോടും പറയാനുണ്ട്, മാതാപിതാക്കളുടെ വിഷയത്തിലും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടുതലായി സംവദിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദ്രസകളൊക്കെ തുറക്കാൻ എല്ലാവരും കൃത്യമായി മക്കൾ മദ്രസയിൽ പോകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. നിർബന്ധമാണത്. കറക്റ്റായി പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുമ്പോൾ മക്കൾ സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നത്? അവന്റെ വസ്ത്രവിധാനം, അവന്റെ വിദ്യാഭ്യാസം, അവൻ ആരാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, അവന്റെ ക്ലാസ് ടീച്ചർ ആരാണ്, അല്ലെങ്കിൽ അവൾ എത്ര മണിക്കാണ് അവിടെ സ്കൂളിലേക്ക് എത്തിയത്, എത്ര മണിക്ക് അവിടുന്ന് തിരിച്ചു പോരുന്നുണ്ട്, എത്ര മണിക്കാണ് വീട്ടിൽ എത്തേണ്ടത്, കയറുന്ന ബസ് ഏത്, ഇതൊക്കെ നമ്മൾ കൃത്യമായി ഇനി മുതൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അതൊക്കെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചതിനേക്കാൾ ഉപരി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം മക്കളെ എന്ന് പ്രത്യേകമായി ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തി ദുആയിലേക്ക് കടക്കാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. آمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നഖന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾ കൊണ്ട് റബ്ബേ ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർ കൊണ്ട് അല്ലാ, ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയതാകുന്ന പരിശ്രമത്തിലൂടെയാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ ബിൽഡിംഗ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചിട്ടുള്ള നാട്ടുകാർ, കൂട്ടുകാർ, സമൂഹം, സമുദായം, ഇതര സമുദായം, പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, ഇവിടെ വന്നു ചേർന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചൊരിയണേ അല്ലാ. ആരെല്ലാം ഏതെല്ലാം നിലയ്ക്ക് സാമ്പത്തികമായി സഹായിച്ചവരുണ്ടോ അവർക്ക് പ്രത്യേകം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വിഷമങ്ങളെ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഈ സദസ്സിൽ വന്ന് ചേർന്ന മുഴുവൻ ആളുകൾക്കും പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും വിശാലമാണല്ലോ റബ്ബേ.
നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിലെ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാ. സർവ്വ നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. രോഗികളുണ്ട്, പരിപൂർണ രോഗശമനം നൽകണേ അല്ലാ. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തൊണ്ടവേദനയുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, മൈഗ്രീൻ അസുഖമുള്ളവരുണ്ട്, യൂട്രസിൽ മഴയുള്ള സഹോദരിമാരുണ്ട്, വെരിക്കോസ് വെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്, ഒമിക്രോൺ ബാധിച്ചവരുണ്ട്, കൊറോണ ബാധിച്ചവരുണ്ട്, മാരകമാകുന്ന പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ശിഫാ നൽകണേ അല്ലാ. വാൾവ് തകരാറിലായവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗവുമായി നിലകൊള്ളുന്നവരുണ്ട്, ബൈപ്പാസ് കഴിഞ്ഞവരുണ്ട്, സർജറി കഴിഞ്ഞവരുണ്ട്, ഓപ്പറേഷന് വിധേയരായവരുണ്ട്. സിഹത്ത് നൽകണേ അല്ലാ. ഡിസ്കിന് തേയ്മാനമുള്ളവരുണ്ട്, മുട്ടുവേദനയുള്ളവരുണ്ട്, കാല് നീര് കെട്ടി വീർത്തവരുണ്ട്. പരിപൂർണമായ ശിഫാ കൊടുക്കണേ അല്ലാ. പെടലി വേദനയുള്ളവരുണ്ട്, തുളുക്കിയവരുണ്ട്, കൈകാലുകൾക്ക് തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വേദന കൊണ്ട് പൊളയുന്നവരുണ്ട്. ശിഫാ നൽകണേ അല്ലാ. മാരകമാകുന്ന സർവ്വവിധ വ്യാധികളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും നീ കാവലിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും സിഹത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ കേട്ടതനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. സ്വാലിഹും സ്വാലിഹത്തുമായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാർദ്ധക്യ സഹജമാകുന്ന രോഗത്തിൽ നിലകൊള്ളുമ്പോഴും നിന്നോട് ചോദിച്ചത് സ്വാലിഹായ സന്താനത്തിന് വേണ്ടിയാണ്. ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന പൊന്നുമോനെ കൊടുത്ത റബ്ബേ, സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യാ എന്ന പൊന്നുമോനെ കൊടുത്ത അല്ലാ. സാലിഹും സാലിഹത്തുമായ സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. തമ്മാടി റവടികളുമായ മോശപ്പെട്ട മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. കള്ളു കുടിക്കുന്ന വ്യഭിചരിക്കുന്ന മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും തിരിക്കുന്ന മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ പരിപൂർണമായ കാവലാക്കണേ അല്ലാ. നിന്റെ ത്വാഅത്തിനായി ഞങ്ങൾക്ക് ഏവർക്കും ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലി ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഐശ്വര്യ സമ്പൂർണ്ണമാക്കണേ അല്ലാ. ഇസ്ലാമിൽ ഹലാലായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹറാമായ പലിശയുമായിട്ടുള്ള ഇടപെടലിനെ തൊട്ട് ഞങ്ങളെയും സമൂഹത്തെയും കാക്കണേ അല്ലാ. ഈ സമുദായത്തെ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഈ മഹല്ലിനെ ഇസ്സത്തിലാക്കണേ അല്ലാ. ഈ സമൂഹത്തെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഈ ഓഡിറ്റോറിയം കൊണ്ടും ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചൊരിയണേ അല്ലാ. മഹല്ലിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി പരിശ്രമിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അതിനെല്ലാവിധ ഒത്താശ ചെയ്യുന്നതാകുന്ന സമുന്നതരായ ഉലമാക്കൾ, ഉമറാക്കൾ, ഈ സദസ്സിലുള്ളതാകുന്ന സഹോദര സഹോദരിമാര്, എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പ്രവാസികളുണ്ട്, ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാ. പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരുണ്ട്, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സന്തോഷം കൊടുക്കണേ അല്ലാ. പല മേഖല ബിസിനസ് നടത്തുന്നവരുണ്ട്, ഖൈർ കൊടുക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. പ്രവാസികളാകുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, ഖൈർ കൊടുക്കണേ അല്ലാ. മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, സന്തോഷം കൊടുക്കണേ അല്ലാ. പിതാവുണ്ട്, ഉമ്മയുണ്ട്, ഖൈർ കൊടുക്കണേ അല്ലാ. ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടം മാറ്റാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ.
കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാം ആബിദീങ്ങളാക്കണേ അല്ലാ. ഇവിടെ 4 മക്കൾക്ക് ഹിഫ്ള് പഠിച്ച മക്കൾക്ക് സനദ് കൊടുത്തു, അവർക്ക് അനുമോദനം കൊടുത്തു. നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാം അത്തരത്തിലുള്ള ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. ഇതിനേക്കാൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സുകളിൽ മക്കൾ വന്നുകൊണ്ട് സമ്മാനം വാങ്ങുന്നത് കൺകുളിർക്ക കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ, നീ നസീബാക്കണേ അല്ലാ. സർവോപരി മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സഹജനങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്. പ്രവിശാലമാക്കപ്പെട്ട ഞങ്ങളുടെ മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. മഹല്ലിന് വേണ്ടി കഷ്ടപ്പെട്ടതാകുന്ന ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഒരുപാട് പ്രയാസം സഹിച്ചതാകുന്ന പ്രായം ചെന്ന ഉമ്മമാരുണ്ട്. എല്ലാവരുടെയും ദറജ ഉയർത്തണേ അല്ലാ. ഈ അടുത്തിടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയതാകുന്ന വിനീതന്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് മുസ്തഫ ദാരിമി ഉസ്താദ്, ആതിക ബീവി എന്ന സഹോദരി, അബ്ദുൽ കരീം എന്ന സഹോദരൻ, ഈ വിനീതന്റെ ഉമ്മയടക്കം മരണപ്പെട്ടു പോയ സർവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവർക്ക് വേണ്ടി ഞങ്ങൾ ഓതുന്നതും പറയുന്നതുമാകുന്ന സർവ്വകാര്യങ്ങളും ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയവർ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാൻ അന്വേഷിച്ച നോമ്പുകളും കൊടുത്തു വീട്ടിയ സക്കാത്തുകളും ഹദിയകളും സ്വതക്കകളും നീ സ്വീകരിക്കണേ അല്ലാ. സർവോപരി സംഗമത്തെ കബൂലാക്കണേ അല്ലാ. കലിമ ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وآل سيدنا محمد صلى الله عليه وسلم وأصحاب سيدنا محمد صلى الله عليه وسلم وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്പം നീണ്ടുപോയിട്ടുണ്ടാകും, ക്ഷമാപണത്തോടുകൂടി. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.